എഴുന്നേറ്റ് പോകാമെന്ന് വിചാരിച്ചപ്പോൾ, ഓൾമോസ്റ്റ് എഴുന്നേറ്റപ്പോൾ ശരിക്ക് ആ ഒച്ചയുടെ ബഹളത്തിന് മധ്യത്തിൽ എൻ്റെ ചെവിക്കകത്ത് ഒരു ശബ്ദം കേൾക്കുകയാണ്. മൈ സൺ, യു തോട്ട് യു ആർ ബെറ്റർ ദാൻ ദീസ് പീപ്പിൾ. അതോടുകൂടി ആ പ്രദേശം ഇളകി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ എക്സ്പ്രസ് 1994 ഇന്ത്യൻ എക്സ്പ്രസ് ഒക്ടോബറിൽ ഒരു വലിയ ഫ്രണ്ട് പേജിലെ ന്യൂസ് വന്നു. അട്ടപ്പാടിയിലെ ബാറ്റിൽ ഓഫ് ഫെയ്ത്ത് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഹോസ്പിറ്റലിൽ വെച്ചുകൊണ്ട് എൻ്റെ പേര് വെച്ച് തന്നെ പറഞ്ഞു, ട്രൈബൽ പിള്ളേരെ ആകർഷിക്കുന്നു, അവരുടെ കിഡ്നി വെട്ടി ബോംബെക്ക് അയക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്, അതുകൊണ്ടാണ് ഇവിടെ ഹോസ്പിറ്റൽ നടത്തുന്നത്, പിന്നെ ലേഡീസിനെ പ്രോസ്റ്റിറ്റ്യൂഷൻ അയക്കാനാണ് ഫ്രണ്ട് പേജ് ട്രൈബൽ ഇന്ത്യൻ എക്സ്പ്രസ്സിലെ ഫ്രണ്ട് പേജിൽ വന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ, ബോട്ടം ലൈൻ കൺവിക്ഷൻ, ഞാൻ പോകുന്നത് ഒന്നുമില്ലെങ്കിലും കർത്താവ് പാവപ്പെട്ടവരോട് ഇത്രയും കരുണ കാണിക്കുന്നത് കൊണ്ട് നമ്മൾ കർത്താവിനോട് കൂടെ ചേർന്ന് വർക്ക് ചെയ്യുന്നത് പോലെയുള്ള ഒരു ഫീലിംഗ് കൊണ്ട് എല്ലാം നടത്തും എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തെ അറിയണം, മനസ്സിലാക്കണം. ദാറ്റ്സ് ഫസ്റ്റ് സ്റ്റെപ്പ്. ദൈവം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ക്വാളിറ്റീസ് നമ്മൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കണം. സർവശക്തൻ, സർവ്വവ്യാപി ഒന്നുമില്ല. നമ്മുടെ യങ് പീപ്പിളിനെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം, ഇത് ഹ്യൂമാനിസ്റ്റ് എന്ന് പറയുന്നത് മനുഷ്യനാണ് ഇമ്പോർട്ടൻറ്റ്. മനുഷ്യനെ കൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റും, ഹ്യൂമൻ നോളജ് അതാണ്. അതുകൊണ്ട് ദൈവത്തിന് ഇവിടെ ഒരു പ്രവർത്തനമില്ല. ദൈവം എന്ന് പറയുന്ന ഒരു ശക്തിക്ക് ഒരു പ്രാധാന്യം ഇല്ല, ഒരു റെലവൻസ് ഇല്ല എന്നുള്ള രീതിയിൽ അവരുടെ മനസ്സിനെ ഒരുപാട് ദൈവത്തിൽ നിന്ന് അകറ്റുന്ന കാര്യങ്ങളാണ് കാണുന്നത്. ഡോക്ടർ ആൻറ്റിക്കും പ്രിയ ഡോക്ടർക്കും ക്രിസ്ത്യൻ ലൈവിൻ്റെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പിന്നിട്ട പാതകൾ എന്ന ഒരു പ്രോഗ്രാമാണത്. ക്രിസ്ത്യൻ ലൈവ് എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്ത്യൻ മേഖലയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു മാധ്യമമാണ്. അതിലേക്കാണ് നമ്മൾ ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. എനിക്ക് പ്രിയ ഡോക്ടറോട് ചോദിക്കാനുള്ളത്, കഴിഞ്ഞ നീണ്ട വർഷക്കാലം കർത്താവിന് വേണ്ടി ഓടുന്ന ഒരു ദൈവദാസൻ എന്ന രീതിയിൽ എങ്ങനെയാണ് ഈ വിശ്വാസത്തിലേക്ക് കടന്നു വരാനിടയായത്? ഞാൻ എങ്ങനെ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു എന്നുള്ളത് എനിക്ക് തന്നെ ഒരു അത്ഭുതമാണ്. കാരണം ഒരു യാദർച്ഛ്യമായിട്ട് വേണമെങ്കിൽ പറയാം, പക്ഷെ ഒന്നും യാദർച്ഛ്യമല്ല, എല്ലാം ദൈവത്തിൻ്റെ ഹിതമായതുകൊണ്ട്. ഒരിക്കൽ എന്ന് പറഞ്ഞാൽ 1966 എൻ്റെ 18ാമത്തെ വയസ്സിലാണ് ഞാൻ മെഡിക്കൽ കോളേജിൽ 2ാമത്തെ വർഷം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം ഒരു വീട്ടിൻ്റെ മുമ്പിൽ ഗോസ്പൽ മീറ്റിംഗ് ഓൾ ആർ വെൽക്കം എന്ന് എഴുതിയിരിക്കുന്ന ഒരു ബോർഡ് കണ്ടു. പക്ഷേ ഗോസ്പൽ മീറ്റിംഗ് എന്ന് പറയുന്ന ആ വാക്ക് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. എല്ലാവരും അതിശയപ്പെടാൻ സാധ്യതയുണ്ട്, കാരണം അന്നത്തെ കാലം അങ്ങനെയാണ്, ഞാൻ ജീവിച്ചിരുന്ന പട്ടണം അങ്ങനെയായിരുന്നു. അങ്ങനെ ഗോസ്പൽ മീറ്റിംഗ് എന്നൊന്നും കേൾക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് മാത്രം ഇതെന്ത് മീറ്റിംഗ് ആണെന്ന് അറിയാനായിട്ട് ഞാൻ അതിനകത്ത് കയറിപ്പോകണമെന്ന് ചുമ്മാ വേറെ സമയവും ഒക്കെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് കയറിപ്പോയതേ ഉള്ളൂ. ഒരു ചെറിയ വീട്ടിൽ ഒരു മീറ്റിംഗ് നടക്കുന്നു. മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ വരാണ്ടായാൽ കുറേ ആൾക്കാർ ഇരിപ്പുണ്ട്, പുറത്ത് ചില കസേരകൾ ഇട്ടിട്ടുണ്ട്. ഇതെന്നെ ഗോസ്പൽ മീറ്റിംഗാ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും സ്വാഗതം ചെയ്തിട്ടുണ്ടല്ലോ. ഞാൻ പോയി കസേരയിലിരുന്നു. കാരണം താഴെ ഇരിക്കുന്നവരെല്ലാം വളരെ പാവപ്പെട്ട സാധാരണ ആൾക്കാർ പോലെ തോന്നി. കസേരയിൽ ആരും ഇല്ലായിരുന്നു. എന്തെന്ന് അറിയാൻ വേണ്ടി മാത്രം ഞാൻ അവിടെ പോയത്, ആരും വിളിച്ചിട്ടൊന്നുമല്ല. ഇത് MBBS പഠിക്കുന്ന സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴാണ്. MBBS പഠിക്കുന്ന സമയത്ത് 2ാമത്തെ വർഷം ഞാൻ 1965 മെഡിക്കൽ കോളേജിൽ ചേർന്നത്. 66 നടന്ന ഒരു സംഭവമാണ്. ഒരു രാത്രി ഒരു 7 മണി അത്രയും സമയമേ ഞാൻ അവിടെ കടന്നു പോവുകയും, അപ്പോൾ ആ മീറ്റിംഗ് ലീഡ് ചെയ്തുകൊണ്ടിരുന്ന പാസ്റ്റർ എന്ന് എനിക്കപ്പോൾ അറിയത്തില്ല, ഒരു ലീഡർ പോലെ വന്നിട്ട് പറഞ്ഞ് നമ്മൾ മീറ്റിംഗ് തുടങ്ങാൻ പോവുകയാണ്, 5 മിനിറ്റ് ഇപ്പോഴാണ് എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നത്, അതിനുവേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊരു പ്രാർത്ഥന യോഗമാണെന്ന് മനസ്സിലായി. പാസ്റ്റർ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് താഴെ പായലിരുന്നവരെല്ലാം മുട്ടും കുത്തി സ്വോത്രം ഹല്ലേലൂയ എന്നെല്ലാം പറയാൻ തുടങ്ങി. എനിക്കതൊരു അതിശയമായിട്ട് തോന്നി. ഇതെന്നെ പ്രാർത്ഥന മീറ്റിംഗ് എന്ന് പറയുന്നു, ഒരാൾ പറയുന്നു, എല്ലാവരും കിടന്ന് ഒച്ച വയ്ക്കുന്നു. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയപ്പോൾ ഒരു ദൈവത്തെയും കണ്ടില്ല, ഒരു പടവും ഒരു സ്റ്റാച്യു ഒന്നും കണ്ടില്ലാത്തതുകൊണ്ട് ഒരു അതിശയം. ഇതെന്നെ പ്രാർത്ഥന, ഇവിടെ ഒന്നുമില്ല, ഒരു ദൈവവും ഇല്ല എന്നെല്ലാം വിചാരിച്ചുകൊണ്ടിരുന്ന് ഞാൻ വിചാരിച്ച് ഇത് എഴുന്നേറ്റ് പോകണം എന്ന് വിചാരിച്ചപ്പോഴാണ്, സാധാരണമായിട്ട് ഈ അമ്പലങ്ങളിലെല്ലാം പോകുമ്പോൾ എൻ്റെ പിതാവ് എപ്പോഴും പറയും,
ഈ ദൈവങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പോഴെല്ലാം പ്രാർത്ഥനയിലിരിക്കുമ്പോൾ മര്യാദയ്ക്ക് ഇരുന്നോളണം, കുസൃതി ഒന്നും കാണിക്കരുത്. ഞാൻ വിചാരിച്ച അറിയാതെ വന്ന് ഇവർ പ്രാർത്ഥിക്കുന്നതെന്ന് പറയുന്നു, പെട്ടെന്ന് എഴുന്നേറ്റ് പോകുന്ന അത്രയും ശരിയല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം ഇരുന്നിട്ട് പോകാം. അങ്ങേര് പറഞ്ഞു 5 മിനിറ്റ് പ്രാർത്ഥിക്കാമെന്നല്ലേ, 5 മിനിറ്റ് കഴിയുമ്പോൾ മാറുമായിരിക്കും എന്ന് വിചാരിച്ച് 5 മിനിറ്റ് ഞാൻ അവിടെ ഇരിക്കാൻ തീരുമാനിച്ചു. ഒരു ചെറിയ ഒരു താല്പര്യത്തോടു കൂടെ അല്ല, പിന്നെ ഇവിടെ വന്നു പോയല്ലോ എന്നുള്ള രീതിയിലാണ്. പക്ഷേ 2 മിനിറ്റായി, 3 മിനിറ്റായി, 5 മിനിറ്റായി, ഇവർ നിർത്തുന്നില്ല പ്രാർത്ഥന. സ്വോത്രം സ്വോത്രം സ്വോത്രം. ഞാൻ വിചാരിച്ചു മതി, പ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. ഞാൻ എഴുന്നേറ്റ്, ഇവിടെ ഒരു ദൈവവും കാണില്ല, ഒന്നുമില്ല, പ്രാർത്ഥന എന്ന് പറയുന്നത് ഇവർ ഒരേ കാര്യമേ ഇങ്ങനെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളൂ. എഴുന്നേറ്റ് പോകാമെന്ന് വിചാരിച്ചപ്പോൾ, ഓൾമോസ്റ്റ് എഴുന്നേറ്റപ്പോൾ ശരിക്ക് ആ ഒച്ചയുടെ ബഹളത്തിന് മധ്യത്തിൽ എൻ്റെ ചെവിക്കകത്ത് ഒരു ശബ്ദം കേൾക്കുകയാണ്. മൈ സൺ, യു തോട്ട് യു ആർ ബെറ്റർ ദാൻ ദീസ് പീപ്പിൾ. ഞാൻ വിചാരിച്ചു ഇവർ വേറെ എവിടെയെങ്കിലും വേറെ ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന മൈക്രോഫോണെല്ലാം വെച്ചിട്ടുണ്ടോ, ഇതെല്ലാം ഇങ്ങനെ നോക്കിയാലും ഒരു മനസ്സിലൊരു പേടിയായി. കാരണം അവർ ബഹളം വെച്ചുകൊണ്ടിരിക്കുക, അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ കേൾക്കുന്നത്. അപ്പോൾ ഉള്ളിൽ പറഞ്ഞു ഇവിടെ നിൽക്കേണ്ട പൊയ്ക്കൊള്ളാം എന്നുള്ള ഒരു റൺ ഫോർ യുവർ ലൈഫ് എന്ന് പറയും, അതുപോലെ ഒരു ചിന്ത വന്നു, ഓടിപ്പോയേനെ. പക്ഷെ അതേ സ്വരത്തിൽ വന്ന ഒരു കാര്യമാണ്, ദീസ് പീപ്പിൾ ആർ ഹാപ്പി ബിക്കോസ് ദേ ആർ മൈ പീപ്പിൾ. ഇതാരാ എന്നോട് പറയുന്നത് പോലെ ശരിക്കും ചെവിയില്ല. ഞാനവിടെ പതുക്കെ ഇരുന്ന്, നമ്മൾ എത്രയോ അമ്പലങ്ങളിൽ പോകുന്നു, എത്രയോ ദൈവങ്ങളെല്ലാം കാണുന്നു, ഇതുപോലുള്ള ഒരു ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ, ഒന്നും കേട്ടിട്ടില്ല, ഇതാരാ പറയുന്നത്, എവിടുന്നാണ് പറയുന്നത്. അങ്ങനെ ഇരുന്ന് പോയി. ഞാൻ ഇരുന്ന് കഴിഞ്ഞ് പിന്നെ എന്തെങ്കിലും കേൾക്കുമോ എന്നുള്ള ഒരു ചിന്തയും ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ആ പാസ്റ്റർ എഴുന്നേറ്റ് പറഞ്ഞു, ഓക്കെ വിൽ സ്റ്റാർട്ട് ദ മീറ്റിംഗ് എന്ന് പറഞ്ഞു. കുറച്ച് പേർ വന്ന് പാടി, കുറച്ച് പേർ എന്നോ പ്രസംഗിച്ചു. അന്ന് അവർ എന്നാ സംസാരിച്ചെന്ന് ഒരു വാക്ക് പോലും ഇന്ന് വരെ എൻ്റെ മനസ്സിൽ പതിഞ്ഞിട്ടില്ല എന്നെ പറഞ്ഞത്. പക്ഷേ എൻ്റെ മനസ്സ് മുഴുവനും ഇതാരാ ശബ്ദം, ഇത് പിന്നെയും കേൾക്കുമോ, എനിക്ക് മാത്രമാണോ ഇവർക്കാണോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് 1 മണിക്കൂർ പോയി കഴിഞ്ഞു. എൻ്റെ മനസ്സിൽ മുഴുവൻ ഇതെൻ്റെ പ്രാർത്ഥന, ഇതെന്നാ ഇത് എന്നൊരു പുതിയ ഒരു അനുഭവം പോലെ ഉണ്ടായിരുന്നു ഈ ശബ്ദം കേട്ടതുകൊണ്ട്. അപ്പോൾ 1 മണിക്കൂർ 1.25 മണിക്കൂറായപ്പോൾ മീറ്റിംഗ് കഴിഞ്ഞു. ആ പാസ്റ്റർ ലീഡർ വന്ന് എല്ലാവർക്കും കൈ കൊടുത്ത് പലരും പോയി. എന്നെ കണ്ടപ്പോൾ പുതിയ ആളായതുകൊണ്ട് ചോദിച്ച് പേരെന്താ, ഞാൻ പേര് പറഞ്ഞു, മെഡിക്കൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. ഞാൻ പുള്ളിയോട് ഉടനെ ചോദിച്ചു ഇതെന്നാ മീറ്റിംഗ് ആണെന്ന്. അപ്പോഴും എനിക്ക് മനസ്സിലായി. പുള്ളി ഒരുമാതിരി ചിരിച്ചിട്ട് പറഞ്ഞ്, പേര് കേട്ടപ്പോൾ മനസ്സിലായി നിങ്ങൾക്ക് ഇതൊരു പുതിയ അനുഭവമായിരിക്കും ഇവിടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതുകൊണ്ടല്ല, ഞാൻ വന്നോടനെ എനിക്ക് പോകണമെന്ന് തോന്നി, ഞാൻ പോയി, ചുമ്മാ പേര് കണ്ടിട്ട് ഞാൻ വന്നതാ. പക്ഷേ ഈ ശബ്ദം കേട്ടെന്ന് പറഞ്ഞു. ഈ ശബ്ദം കേട്ടെന്ന് പറയുമ്പോൾ ഈ പാസ്റ്ററുടെ ചിരിയെല്ലാം മാറി. പുള്ളി സീരിയസ് ആയി. ശബ്ദം കേട്ടോ ഇംഗ്ലീഷിലോ? ഞാൻ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരുന്നത് എന്നാന്ന്. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും പറഞ്ഞു വിട്ടിട്ട് വന്ന് എന്നോട് പറഞ്ഞു, ഞങ്ങളിവിടെ ആരാധിക്കുന്നത് യേശുവിനെയാണ്. യേശുവിനെ കുറിച്ച് അറിയാമോ എന്നാണ് അടുത്ത ചോദ്യം. ഞാൻ പറഞ്ഞു അറിയാം, ക്രിസ്ത്യാനികളുടെ ദൈവം. അതല്ല, ഞാനത് പറയാം. എന്നാൽ ഞങ്ങൾ ആരാധിക്കുന്നത് യേശുവിനെയാണ്. പക്ഷേ യേശു പറഞ്ഞു ഇത് ആത്മാവാണ്, നമുക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷേ എവിടെ അവർ നാമത്തിൽ കൂടുന്നോ അവർ വരും എന്ന് ഞങ്ങളോട് പഠിപ്പിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടില്ലെങ്കിലും ഞങ്ങൾ ഇത്രയും സന്തോഷത്തോടെ ആരാധിക്കുന്നു പുള്ളി പറഞ്ഞു. അപ്പോൾ എനിക്ക് മറ്റേ ശബ്ദം ഒരു കോറിലേറ്റ് ചെയ്യാനായിട്ട് തോന്നി. പിന്നെ പറഞ്ഞു യേശുവിനെ കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ടെന്ന്. ഞാൻ ചുമ്മാ പറഞ്ഞു. അപ്പോൾ പുള്ളി അടുത്ത 15 മിനിറ്റ് എന്തിനു വേണ്ടി വന്നു എന്നുള്ളത് ഗോസ്പൽ ഒരു 15 മിനിറ്റിൽ പറഞ്ഞ് അവസാനിച്ചത് ഇതിനാണ്. യേശു വന്നത് ഒരു ഗ്രൂപ്പിന് വേണ്ടിയിട്ടല്ല, മനുഷ്യൻ്റെ പാപത്തിൽ നിന്ന് അവനെ വിടുവിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനാണ്. അത് എല്ലാവർക്കും ആവശ്യമാണ്, നിങ്ങൾക്കും ആവശ്യമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ യേശുവിന് നിങ്ങൾക്ക് വേണ്ടി വന്നത് നിങ്ങൾ വിശ്വസിക്കുന്നോ എന്ന് പറഞ്ഞു. വേറെ ഒന്നും പറയാനില്ല, അത് ഞാൻ ഒന്ന് പറഞ്ഞു. എന്നാൽ നമുക്ക് പ്രാർത്ഥിക്കാം, ആ ദൈവം നിങ്ങൾക്കും അഷുറൻസ് കൊടുക്കും, പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പ്രാർത്ഥിക്കുന്നു. പുള്ളിയെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വിട്ടിട്ട് നാളെയും വരണമെന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് തുടങ്ങിയത്. പക്ഷെ അവിടുന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് ഈ പാസ്റ്റർ പറഞ്ഞതെല്ലാം ശരിയെന്ന് തോന്നി. കാരണം നമ്മൾ കാണുന്നില്ല, പക്ഷെ അവിടെ ഉണ്ട്.
മറ്റവർക്കാർക്കും കേൾക്കുന്നില്ല, എനിക്ക് കേൾക്കുന്നുണ്ട് എന്നുള്ള ഒരു വിപ്ലവം പോലെ ഒരു കാര്യമാണ്. ഞാൻ പിറ്റേ ദിവസവും പോയി. അതിനുശേഷം പാസ്റ്റർ എൻ്റെ പുറകെ വരുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് എന്നോട് സംസാരിക്കാനും കോളേജിലും വരും, വീട്ടിലും വരും. അങ്ങനെ യേശുവിനെ കുറിച്ച് പറഞ്ഞ് പഠിക്കാനായിട്ട് ബൈബിൾ കൊടുത്തു. അങ്ങനെ യേശുവിനെ കുറിച്ച് അറിഞ്ഞ് എന്ന് വെച്ചാൽ ആ ഒരു പോയിൻ്റ് എൻ്റെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിൻ്റാണ്. അതിലൊരിക്കലും മറക്കാൻ പറ്റത്തില്ല. പക്ഷേ അത് വളർന്നത് യേശുവിനെക്കുറിച്ച് ഞാൻ പഠിച്ചപ്പോൾ, ഞാൻ യേശുവിനെക്കുറിച്ച് ഇത് സുവിശേഷത്തിൽ വായിച്ചപ്പോൾ യേശു എന്നെ വളരെ അട്രാക്റ്റ് ചെയ്തു. ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരു വിധത്തിൽ ഞങ്ങളുടെ പഴയ ദൈവങ്ങളെല്ലാം ഓർത്ത് നോക്കുമ്പോൾ ടോട്ടലി ഡിഫറെൻ്റ് എന്നല്ല, പിന്നെ ഏറ്റവും അന്നും ഇന്നും എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ബോട്ടം ലൈൻ ഫോർ മൈ മിനിസ്ട്രി എന്ന് പറയുന്നത് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം, ഇത്രയും വലിയ ദൈവം ഈ പാവപ്പെട്ട ജനങ്ങളുടെ ഇടയിൽ വന്നു. അവർ അത് വിശ്വസിക്കുന്നു, കാരണം അങ്ങനെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട്. അതുപോലെ വന്നതുകൊണ്ടാണ് എനിക്ക് അവൻ്റെ ശബ്ദം കേട്ടത്. ഞാൻ പോയില്ലെങ്കിൽ എനിക്ക് കിട്ടത്തില്ല. അത് എൻ്റെ ഒരു ബോട്ടം ലൈൻ ഇന്നും അന്നും ഇങ്ങനെയാണ്. പാവപ്പെട്ടവരുടെ അടുത്തൂടെ വന്നല്ലോ യേശു. അതിനുശേഷം പിന്നെ യേശുവിനെ കുറിച്ച് എപ്പോൾ ചിന്തിച്ചാലും വായിക്കുമ്പോഴെല്ലാം ഒരു കാര്യം മനസ്സിലായി. ഹി വാസ് വെരി കൺസേൺഡ് വിത്ത് ദ പുവറുമായിട്ട് വളരെ കൺസേൺഡ് ആണ്. കാരണം കർത്താവിൻ്റെ ആദ്യത്തെ പ്രസംഗം തുടങ്ങുന്ന നസ്രത്തിൽ ദരിദ്രന്മാർക്ക് സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടി ദൈവം എന്നെ അഭിഷേകിച്ചിരിക്കുന്നു എന്നാണ് ഫസ്റ്റ് പ്രസംഗം നാസറത്തിൽ തുടങ്ങുന്ന ലൂക്ക 4. അതേപോലെ മത്തയുടെ ഗിരിപ്രഭാഷണത്തിലും ആത്മാവിൽ ദരിദ്രന്മാർ ഭാഗ്യവാന്മാണ്. യേശു 31 ഉപമകൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു ഉപമയിൽ മാത്രമേ ഒരു പേര് പറഞ്ഞിട്ടുള്ളൂ, മറ്റൊന്നിനും ഒരു പേര് പറഞ്ഞിട്ടില്ല. എല്ലാം വീട്ടമ്മ, അല്ലെങ്കിൽ മർച്ചൻ്റ്, അല്ലെങ്കിൽ വ്യാപാരി, ഉടമസ്ഥൻ, തോട്ടക്കാരൻ, കൃഷിക്കാരൻ എന്നെല്ലാം മുക്കുവൻ എന്നെല്ലാം പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഒരു ഉപമയിൽ മാത്രമേ പേര് പറഞ്ഞിട്ടുള്ളൂ. അത് ഈ ധനവാൻ്റെ ലാസറിൽ. അപ്പോൾ 2 പേരുണ്ട്, 2 പേരുടെ പേരും പറയാമായിരുന്നു. പക്ഷേ യേശു ധനവാൻ്റെ പേര് പറഞ്ഞിട്ടില്ല. യേശു പറഞ്ഞ ഉപമയിൽ ഒരു പേര് ലാസർ മാത്രമേ ഉള്ളൂ. അവൻ ഏറ്റവും വലിയ ദരിദ്രനായിരുന്നു, വലിയ പാവപ്പെട്ടവരായിരുന്നു. അപ്പോൾ അങ്ങനെയെല്ലാം ഓർക്കുമ്പോൾ പലപ്പോഴും ഈ നല്ല സ്വത്തുക്കാരെല്ലാം കാണുമ്പോൾ കർത്താവ് പറയും സൂക്ഷിച്ചോളണം, സ്വർഗ്ഗരാജ്യത്തിൽ പോകുന്ന അത്രയും എളുപ്പമല്ല എന്ന് പറയുന്നതും, പാവപ്പെട്ടവരെ കൂടുതലായിട്ട് സ്നേഹിക്കുന്നത് പോലും യേശു ജനിച്ചപ്പോൾ പോലും പ്രത്യേകമായിട്ട് ആട്ടിടയന്മാരുടെ ഇടയിലാണ് എന്ന് ദൂതന്മാർ പറയുന്നത്. അങ്ങനെയെല്ലാം പൊതുവെ അന്നും ഇന്നും എനിക്ക് എപ്പോഴും ഉള്ള ഒരു എന്നാ പറയുന്നത്, യേശുവോടുള്ള ഒരു വലിയ അട്രാക്ഷൻ. ഇത്രയും വലിയ ദൈവം ഈ പാവപ്പെട്ട ഈ ജനങ്ങളെ ഇത്രയും സ്നേഹിച്ചു. അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് അന്ന് പാവപ്പെട്ടവരായിരുന്നവരുടെ അടുത്തിൽ ആര് വരും? പക്ഷേ യേശു വന്നതുകൊണ്ടാണ് എനിക്ക് അവൻ്റെ ശബ്ദം കേൾക്കാൻ സാധിച്ചത് എന്നുള്ളതാണ് എൻ്റെ ബോട്ടം ലൈൻ. അതുകൊണ്ട് എന്നെ മെൻറ്റർ ചെയ്ത പാസ്റ്റർ പറയും, ദൈവത്തിന് നിങ്ങൾ മെഡിസിനെല്ലാം പഠിച്ച് ഡോക്ടറായിട്ട് കുറച്ച് പാവപ്പെട്ടവർക്കെല്ലാം സഹായിക്കുന്നതാണ് ദൈവത്തിന് ഇഷ്ടം, അങ്ങനെ ചെയ്യണോ എന്നെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. അല്ലാതെ എനിക്ക് മിഷൻ എന്നോ അങ്ങനത്തെ ഉള്ള ഒരു ഐഡിയ ഒന്നുമില്ല. ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ. പക്ഷേ എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നി, പഠിച്ചു കഴിഞ്ഞതിന് ശേഷം കുറച്ച് പാവപ്പെട്ടവരെ സഹായിക്കണം. അപ്പോൾ അന്ന് വിചാരിച്ച് നമുക്ക് പൈസ എല്ലാം കിട്ടും, പാവപ്പെട്ടവരെ സഹായിക്കാം എന്നുള്ള രീതിയിൽ ഞാൻ വളർന്നു വരികയായിരുന്നു. പക്ഷേ അന്ന് തീരുമാനമെടുത്തു. പക്ഷേ പഠിത്തം കഴിഞ്ഞതിന് ശേഷം ഐ വാസ് ലുക്കിംഗ് അതുപോലെ. പക്ഷേ എനിക്ക് ഇൻ ദ കോഴ്സ് ഓഫ് ഇവൻറ്റ്സ് ഞാൻ പഠിച്ച ജിപ്മർ എന്ന് പറയുന്ന കോളേജിൽ തന്നെ 3 വർഷം എനിക്ക് ഒരു രജിസ്ട്രാറായിട്ട് ജോലി കിട്ടി. പിന്നെ തിരുവനന്തപുരത്ത് ശ്രീ ചിത്രയിൽ ഞാൻ 1.5 വർഷം ലെക്ചറായിട്ട് എനിക്ക് ജോലി കിട്ടി. അങ്ങനെ വരുന്നു. അപ്പോഴെല്ലാം എൻ്റെ മനസ്സ് ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി എന്തെങ്കിലും സഹായിക്കണമെന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഈ കേരളത്ത് ഈ ആദിവാസികളെ കുറിച്ചിട്ടുള്ള ഒരു വലിയ ന്യൂസ് മനോരമ പത്രത്തിൽ വന്നത്. 1973 അത് പബ്ലിഷായത്. 73 പബ്ലിഷായത്. ഈ നിലമ്പൂർ വനങ്ങളിൽ, മഞ്ചേരി വനങ്ങളിലെ ചോളനായ്ക്കന്മാർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ആദിവാസികൾ, അവരിതുവരെ മറ്റേ മനുഷ്യരെ കാണാത്ത വനത്തിനകത്ത് താമസിക്കുന്ന ഒരു ഗ്രൂപ്പിനെ കുറിച്ച് മനോരമ പത്രത്തിൽ വന്നു. അത് ഗവൺമെൻറ്റിന് പോലും അറിയത്തില്ല. കാരണം 71 സെൻസസിൽ ചോളനായ്ക്കന്മാരെന്ന് പേരില്ല, 81 സെൻസസിലുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഈ പത്രക്കാരൻ മാത്യു കദളിക്കാട് എന്നൊരു പത്രക്കാരൻ എഴുതിയ ഒരു വാക്കാണ് പുള്ളി ഈ മനുഷ്യരെ കാണാത്ത മനുഷ്യരെന്ന്.
അത് കേരളത്തിൽ വലിയ വിപ്ലവം ഉണ്ടാക്കി. കാരണം പുള്ളി അവരുടെ കൂടെ തന്നെ താമസിച്ച് ഫോട്ടോ എടുത്ത് അവരുടെ കാര്യങ്ങളെല്ലാം എഴുതി. അവർക്ക് വസ്ത്രമില്ല, വീടില്ല, ഈ പാറയുടെ ഇടുക്കുകളിലാണ് ഇന്നും അവർ അങ്ങനെ താമസിക്കും. കേവ്സ്, പാറയുടെ ഇടുക്കുകളിൽ, അല്ലെങ്കിൽ മരത്തിൻ്റെ മുകളിൽ. അവർ പുറത്ത് വരാൻ അവർക്ക് ഇഷ്ടമില്ല. അങ്ങനെ ഭാഷയൊന്നുമില്ലാതെ വാഴുന്നവർക്ക്. പക്ഷേ ഈ പത്രത്തിൻ്റെ ന്യൂസ് വന്നതിന് ശേഷം പിന്നെ കേരള ഗവൺമെൻറ് അവരെ പോയി കാണുകയും അവർക്ക് വീട് വെച്ച് കൊടുക്കുകയും പല കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ അന്നത്തെ സ്ഥിതി, അപ്പോൾ പുള്ളിക്കാരൻ അവസാനം 3 സൺഡേ സപ്ലിമെൻറ്റിലാണ് ഇത് എഴുതിയത്. പക്ഷേ അവസാനം എഴുതിയത് ഇവർക്ക് ഇവരുടെ ജീവിതത്തിന് അർത്ഥം ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു ക്വസ്റ്റ്യൻ മാർക്കോടെ വെച്ചു. മാത്യു കത്തലിക്കാട് ഇപ്പോൾ ഒരു 6 മാസങ്ങൾക്ക് മുമ്പാണ് മരിച്ചത് അത്. അപ്പം അത് വലിയൊരു വിപ്ലവം ഉണ്ടാക്കി. കാരണം ജനങ്ങളുടെ ഇടയിൽ പലരും പിന്നെ എല്ലാവർക്കും വായിക്കും, അപ്പോൾ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. കുറേ കഴിയുമ്പോൾ എല്ലാവരും മറന്നു പോകും. പക്ഷേ കുറേ വിശ്വാസികൾ, അതിൽ ഒരു വിശ്വാസി, ഒരു വ്യക്തി, ഒരു ഡോക്ടർ പുഷ്പരാജ് എന്ന് പറയും, സേലത്തിൽ, തമിഴ്നാട്ടുകാരൻ. പുള്ളി ഒരു നല്ല പ്രാസംഗികയാണ്. അപ്പോൾ പുള്ളി കേരളത്തിൽ വന്നു. പുള്ളി ഇത് അറിഞ്ഞു. പുള്ളി ഞാൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം പരിചയപ്പെട്ടു. അങ്ങനെ ഇരുന്നപ്പോൾ ഈ ഡോക്ടർ പുഷ്പരാജ് എന്നോട് ഷെയർ ചെയ്ത് ഇങ്ങനെ ഒരു കാര്യം കേട്ടു. അപ്പോൾ അവർ ഒരു 5 പേര് അവിടെ തന്നെ പോയി, എന്നെ കാണുന്നതിന് അവർ പോയി ഇത് വാസ്തവമാണോ എന്നറിയാൻ. അവരും പോയി 2-3 ദിവസം താമസിച്ച് ഇതെല്ലാം കാര്യം. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഗവൺമെൻറ് കുറച്ച് അവർക്ക് സഹായം എല്ലാം ചെയ്തുകൊണ്ട് അവർക്ക് കുറച്ച് വസ്ത്രവും ഇതെല്ലാം ഉണ്ട്. പക്ഷേ അതെല്ലാം മനസ്സിലാക്കിയിട്ട് അവർ വന്ന് അങ്ങനെ എന്നാ ചെയ്യാമെന്നുള്ളവർ. പുള്ളി നല്ല ഒരു മിഷൻ മൈൻഡഡ് ഡോക്ടറാണ്. അപ്പോൾ എനിക്ക് ഒരു ക്ലിക്കായി ഇതുപോലെ പാവപ്പെട്ടതിൽ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ച് ഈ ട്രൈബൽസ് എന്നുള്ളവരാണ് സമൂഹത്തിലെ ഏറ്റവും താഴെ ഉള്ളവർ. അവർക്ക് എന്തെങ്കിലും സഹായം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് മെഡിക്കൽ സഹായം എന്നുള്ള രീതിയിൽ കേരളത്തിലുള്ള ട്രൈബ്സിൻ്റെ ഇവർ മാത്രമേ ഉള്ളൂ, വേറെ ഉണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ അന്വേഷിച്ചപ്പോൾ അന്നത്തെ ഇതിന് 6 ലക്ഷം പേരുണ്ട്. 1976 ഞങ്ങൾ പറയുന്നത് തുടങ്ങിയപ്പോൾ 6 ലക്ഷം ആദിവാസികളുണ്ട്. പല സ്ഥലങ്ങളിലായിട്ടുള്ളവരാണ്, പല വിഭാഗങ്ങളിലായിട്ട്. കേരളത്തിൽ മാത്രം ഇന്ത്യയുടെ ജനസംഖ്യയിൽ തന്നെ 8.5% ഈ ട്രൈബ്സാണ്. പല സ്ഥലങ്ങളിൽ സെൻട്രൽ ഇന്ത്യയിലാണ് കൂടുതൽ. പക്ഷേ ട്രൈബ്സ് എന്ന് പറഞ്ഞാൽ ഈ വനങ്ങളിനകത്ത്, മലയ്ക്കകത്ത്, മറ്റ് സമൂഹത്തിനോട് ചേർന്ന് വരാതെ അവേ ഫ്രം ദ മെയിൻ സൊസൈറ്റി ആയിരിക്കുന്നവരാണ് മെയിനായിട്ട് ട്രൈബ്സ് എന്ന് പറയുന്നത്, ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്ന് പറയുന്നത്. അതിൽ അങ്ങനെ 54 ഗ്രൂപ്പ് കേരളത്തിലുണ്ട്. ഈ കേരളത്തിലുള്ള പല ഡിസ്ട്രിക്റ്റിൽ എല്ലാവരും ഈ മലമടക്കുകളിലും ഫോറസ്റ്റിലും ഇരിക്കുന്നവരാണ്. അപ്പോൾ അവരോട് കൂടെ പ്രവർത്തിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ നോക്കിയപ്പോൾ കേരളത്തിൽ വെച്ച് ഏറ്റവും വലിയ 2 ട്രൈബൽ ഏരിയാസ്, ഒന്ന് അട്ടപ്പാടിയാണ്, മറ്റൊന്ന് വയനാടാണ്. ഇത് രണ്ടിലും നല്ല ബിഗ് പോപ്പുലേഷൻ ട്രൈബ്സാണ്. അട്ടപ്പാടി അന്നത്തെ കാലത്ത് ഭയങ്കര ഫോറസ്റ്റ് ആയിരുന്ന ഒരു ഏരിയ ആണ്. അപ്പം അത് ഞാൻ അട്ടപ്പാടിയിൽ ആദ്യം വിസിറ്റ് ചെയ്തപ്പോൾ അപ്പോൾ എനിക്ക് തോന്നി ഇവിടെ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇതിന് പോകും, മെഡിക്കൽ ക്യാമ്പ് നടത്താൻ. ആൾക്കാർ ഒരു ക്യാമ്പ് നടത്തുമ്പോൾ 10, 100, 150 പേര് വരും. അവർക്ക് മെഡിസിൻ കൊടുക്കും, വരും. പിന്നെ 1 മാസം കഴിഞ്ഞ് പോകും, അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞ് പോകും. ഞാൻ വിചാരിച്ച അതാണ് മിഷനറി വർക്ക്. ഇതാണ് നമ്മളിവിടെ ജോലി ചെയ്യുക, അവിടെ പോവുക എന്നുള്ളതാണ്. പിന്നെ ചില സമയങ്ങളിൽ അവിടെ പോയപ്പോൾ ചിലർക്ക് നമ്മൾ വല്ലപ്പോഴും വന്ന് ഒരു മരുന്ന് കൊടുക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനമില്ല, ആരെങ്കിലും കൂടെ ഇരുന്ന് പ്രവർത്തിക്കാൻ. പക്ഷെ അതുപോലുള്ള സ്ഥലമല്ല, ഒരു സൗകര്യവും ഇല്ലാത്ത സ്ഥലമാണ്. അപ്പോൾ എനിക്ക് തോന്നിയത് തൊട്ടടുത്തിരിക്കുന്ന ഒരു ടൗണിൽ, ഒന്ന് പാലക്കാട് അല്ലെങ്കിൽ കോയമ്പത്തൂർ, ഒരു ഡോക്ടർ ആരെങ്കിലും ആഴ്ചയിൽ ഒരിക്കൽ റെഗുലറായിട്ട് പോവുകയാണെങ്കിൽ എന്ന് പറഞ്ഞ് ഒരു റിട്ടയർഡ് ഡോക്ടർ ഉണ്ടായിരുന്നു, ഒരു ക്രിസ്ത്യൻ ഡോക്ടർ. പുള്ളിയോട് ഞാൻ ചോദിച്ചപ്പോൾ പുള്ളി പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പുള്ളിയുടെ ശമ്പളവും പുള്ളിക്ക് വേണ്ട മെഡിസിൻസും എല്ലാം ഇവിടുന്ന് അയച്ചു കൊടുത്തു. അപ്പോൾ എൻ്റെ വിഷയം അതാണ് മിഷൻ വർക്ക്. ഞാൻ ജോലി ചെയ്യുന്നുണ്ട്, പാവപ്പെട്ടവരെ നമ്മൾ സഹായിക്കുന്നു, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അത് ഭയങ്കരമായിട്ട് ഡെവലപ്പായി. ഈ ഡോക്ടർ വരാനായിട്ട് കാത്തിരുന്ന് 200 പേരെല്ലാം ഉണ്ട്. പക്ഷെ അവരെ കിടത്താനോ അങ്ങനെയുള്ള സൗകര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഡോക്ടർ കുറച്ച് കാലം കഴിഞ്ഞ് പറ്റത്തില്ല. അപ്പോൾ ഞാൻ അടുത്ത ഡോക്ടറെ അന്വേഷിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, കർത്താവ് ഇത്രയും ആൾക്കാർ ഇവിടെ പാവപ്പെട്ടവർക്ക് ഉണ്ടല്ലോ. അപ്പോഴാണ് ദൈവം എന്നോട് പറഞ്ഞത്, എന്നാൽ നീ ഡോക്ടറല്ലേ, നീ തന്നെ പോയിക്കോ. അങ്ങനെ വലിയ താല്പര്യമായിരുന്നു. ഇപ്പോൾ കല്യാണം കഴിച്ച് ഞങ്ങൾ ഇന്നപ്പോൾ പുള്ളിക്കാരി അവിടും പറഞ്ഞു, ഷീ ഹാസ് ഓൾസോ നോ ഒബ്ജെക്ഷൻ. അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ച്. പക്ഷേ അന്ന് അട്ടപ്പാടി എന്ന് പറയുന്നത്
എന്നുള്ളത് പോലെയല്ല. ഞങ്ങൾ പറയുന്നത് 1984 ഞങ്ങളവിടെ പോയി തുടങ്ങിയത് ഒരു ക്ലിനിക്കായിട്ട്. അത് അന്ന് ഒന്നുമില്ല, ഒരു സൗകര്യമില്ലാത്ത ഒരു സ്ഥലമാണ് അട്ടപ്പാടി എന്ന് പറഞ്ഞാൽ. ഭയങ്കര ഒരു ഡ്രൈ ഏരിയ ആണ്. 30 years ബാക്കാ? 40 years ബാക്ക്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ പോയി അവിടെ ഒരു ക്ലിനിക്ക് പോലെ തുടങ്ങി കുറച്ച് കാലം വെച്ചപ്പോൾ ആൾക്കാർ കണ്ട് ഇത് പോരായിരുന്നു, ഹോസ്പിറ്റലായിട്ട് ഡെവലപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് പിന്നെ ഒരു സൗകര്യമായിട്ടുള്ള ഒരു സ്ഥലം കണ്ടുപിടിച്ച് അങ്ങനെ ഒരു ഹോസ്പിറ്റൽ തുടങ്ങിയതാണ്. ഹോസ്പിറ്റൽ തുടങ്ങി ബെഡെല്ലാം ഇട്ട് വരുമ്പോൾ 1990 87 ഒരു സ്ഥലം വാങ്ങി 90 ഹോസ്പിറ്റൽ തുടങ്ങിയത്. അപ്പോൾ ഒരു ഹോസ്പിറ്റലായിട്ട് അതുവരെ ഒരു ചെറിയ ക്ലിനിക്കിൽ ഇങ്ങനെ നടത്തിക്കൊണ്ടിരുന്നു. 90 തൊട്ട് നമ്മൾ നടത്തി വരുന്ന ഹോസ്പിറ്റൽ ദൈവം അന്ന് അത് മാത്രമേ ഉള്ളായിരുന്നു. ആ ഏരിയയിൽ 750 സ്ക്വയർ മൈൽ ഏരിയയിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രൈമറി ഹെൽത്ത് സെൻറ്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ഒരു ഡോക്ടറിന് പേര് ചോദിച്ചാലും പുള്ളി ആഴ്ചയിൽ 2 പ്രാവശ്യം 2 മണിക്കൂറേ വരത്തുള്ളൂ. അങ്ങനെയെല്ലാം ഉള്ള ഒരു സാഹചര്യമായിരുന്നു. ഒന്നുമില്ലായിരുന്നു, ഒരു ലാബ് പോലും ഇല്ലാത്ത ഒരു പ്രൈമറി ഹെൽത്ത് സെൻ്ററായിരുന്നു. പിന്നെ ഞങ്ങൾ തുടങ്ങിയെല്ലാം അതിൻ്റെ ആവശ്യം അനുസരിച്ച് മനസ്സിലാക്കി ഇന്ന് 60 ബെഡുള്ള ഒരു ഹോസ്പിറ്റലായിട്ട് നമുക്കൊരു സെക്കൻഡറി കെയർ ഹോസ്പിറ്റലായിട്ട് വന്ന് ദൈവം സഹായിച്ചു. അതോടൊപ്പം ആ ജനങ്ങൾക്ക് നമ്മൾ വൈദ്യ സഹായം കൊടുക്കുന്നത് മാത്രമല്ല, ആ ജനങ്ങളുടെ ഒരു ഉന്നമനത്തിനായിട്ട് വിദ്യാഭ്യാസം വളരെ അത്യാവശ്യമായിരുന്നു. ഞങ്ങൾ പോയ സമയത്ത് 1990 തൊട്ട് 95 വരെ ഞാൻ നോക്കിയപ്പോൾ അവിടെ ഉള്ള ഒരു ട്രൈബൽ പോലും SSLC പാസ് ചെയ്തിട്ടില്ല. 2 സ്കൂളുണ്ട് അവിടെ, ഗവൺമെൻറ് സ്കൂള്. അതിൽ വേറെ ആൾക്കാരും പഠിക്കുന്നുണ്ട്, ട്രൈബൽസും പഠിക്കുന്നു. മറ്റവർ കുറച്ച് പാസ് ചെയ്ത് പോകും, പക്ഷേ ഇവർ പാസ് ചെയ്തു. കാരണം ഇവരെല്ലാം താമസിക്കുന്നത് ഇൻറ്റീരിയറിലായിരുന്നു. വരാൻ പറ്റത്തില്ല, റോഡില്ല, സൗകര്യമില്ല, പാരൻസിന് ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ ഇതെന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു ചെറിയ ഒരു സ്കൂൾ തുടങ്ങി. KG ക്ലാസ്സിൽ നിന്ന് ഫസ്റ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തുടങ്ങി. ഇവരെ 10ാം ക്ലാസ് വരെയെങ്കിലും കൊണ്ടുപോകണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ പാസ് ചെയ്യണമെന്ന് തുടങ്ങി. ഇപ്പോൾ കഴിഞ്ഞ 13 വർഷമായിട്ട് ഞങ്ങൾ, പക്ഷേ തുടങ്ങിയത് KG നിന്നാണ്. ഇപ്പം ഞങ്ങൾ തുടങ്ങി 10 വർഷം കഴിഞ്ഞിട്ടാണ്, 12 വർഷം കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് ബാച്ച് പോകുന്നത് SSLC. അങ്ങനെ ഈ 13 വർഷമായിട്ട് നമ്മൾ 25-26 പിള്ളേർ ട്രൈബ്സിന് അയച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും 100% റിസൾട്ട് കിട്ടി. ഇന്ന് അവരിൽ ഡോക്ടേഴ്സും ഉണ്ട്, BSc നഴ്സസും ഉണ്ട്, എൻജിനീയേഴ്സും ഉണ്ട്, BTechകാരുണ്ട്. അങ്ങനെ ആ സമുദായത്തിന് ഒരു വിദ്യാഭ്യാസത്തിലും ചെയ്യാൻ പറ്റി. പിന്നെ നമ്മുടെ മെയിൻ ഐഡിയ എന്ന് പറയുന്നത് ഇവർക്ക് ഇതെല്ലാം ചെയ്താലും ദേ നോ ഗോഡ് ഓൾസോ. അതുകൊണ്ട് ഞങ്ങൾ ചർച്ച് പ്ലാന്റിങ്ങും തുടങ്ങി. ഞങ്ങൾ പോയപ്പോൾ ഈ ഇരുളർ എന്ന് പറയുന്ന ഒരു സമൂഹമാണ് അവിടെ ഉള്ളത്. ഇരുളർ, മുടുകർ, കുറുമർ എന്ന് 3 ഗ്രൂപ്പുണ്ട്. 10-30,000 ആദിവാസികളുണ്ട്. ഒരാൾ പോലും വിശ്വാസിയില്ലായിരുന്നു. ഇപ്പോൾ നമുക്ക് 1000-ൽ കൂടുതൽ വിശ്വാസികളുണ്ട് അവിടെ. 10-30 വില്ലേജ് ചർച്ചസ് ഉണ്ട്, ഹോസ്റ്റലുണ്ട്, സ്കൂളുണ്ട്, ഹോസ്പിറ്റലുണ്ട്. അങ്ങനെ ദൈവം ഇത്രയും കാലം നടത്തി വരുന്നു. അപ്പോൾ തിരിഞ്ഞ് നോക്കുമ്പോൾ ഇതൊരു പ്രോഗ്രഷനാണ്. അതായത് മിഷൻ എന്നുള്ള രീതിയിൽ ദൈവം എന്നെ വളർത്തി വരികയാണ്. ഒരു ഐഡിയ കൊടുത്തു. പക്ഷേ ഇതിൻ്റെ എല്ലാം ബേസിക് എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ കർത്താവ് പാവപ്പെട്ടവരോട് ഉണ്ടെങ്കിൽ നമ്മൾ പാവപ്പെട്ടവരോട് വർക്ക് ചെയ്താൽ കർത്താവ് നമ്മളോട് കൂടെ എപ്പോഴും ഉണ്ടെന്നാണ്. അത് അന്ന് നമ്മൾ ചിന്തിച്ചതേ ഉള്ളൂ തിയറിറ്റിക്കലായിട്ട്. ഇന്ന് എനിക്ക് പറയാൻ പറ്റും ഇതെങ്ങനെ ഉണ്ടായെന്ന് തിരിഞ്ഞു നോക്കിയാൽ എനിക്കറിയത്തില്ല ഇതെങ്ങനെ ഉണ്ടായി. പക്ഷേ കർത്താവ് കൂടെ ഇരുന്നത് കൊണ്ടാണ്. അങ്ങനെ ഇരുന്നപ്പോഴും ഞാൻ പിന്നെ കോളേജിൽ കർത്താവിനെ അറിഞ്ഞു വരുന്ന സമയത്ത് അവിടെ EU എന്നൊരു ഗ്രൂപ്പ്, ഇവാഞ്ചലിക്കൽ യൂണിയൻ, ഒരു ചെറിയ ഗ്രൂപ്പ്, 5-6 പിള്ളേർ മാത്രമേ വരത്തുള്ളൂ. അവരോട് കൂടെ ഞാൻ സ്റ്റുഡൻസുമായിട്ട് ചേർന്ന് ക്യാമ്പസിൽ പ്രാർത്ഥിക്കാൻ ആ പാസ്റ്ററെല്ലാം സഹായിക്കും. ഒരു 5-6 വിശ്വാസികളായിട്ട് വരുന്ന സ്റ്റുഡൻസ് വരും. അങ്ങനെയെല്ലാം വന്നിട്ട് ഞാൻ കേരളത്തിൽ വന്നതിന് ശേഷമാണ്, കൊല്ലത്തായിരുന്ന സമയത്താണ് മാത്യു തോമസ് സാറെ പരിചയപ്പെടുന്നത്. ചില മീറ്റിങ്ങിലെല്ലാം ഞാൻ അന്ന് പോകും സാക്ഷ്യം പറയാനായിട്ടോ. അപ്പോൾ മാത്യു തോമസ് സാറ് ഈ ചരൽക്കുന്നിൽ ക്യാമ്പ് നടത്തുന്ന അത് മുമ്പേ നടത്തിക്കൊണ്ട് വരികയായിരുന്നു. സാറ് 73 തൊട്ടേ നടത്തിക്കൊണ്ട് വരികയാണ്. പക്ഷേ 80-ലായപ്പോഴാണ് ഞാൻ ജോയിൻ ചെയ്തത്. അപ്പോൾ എന്നോട് അന്ന് വേറെ ചില ബ്രദേഴ്സ് എല്ലാം ഉണ്ട്, KK ജോസഫ് സാറ്, തോമസ് സാർ, അങ്ങനെ പലരും ഉണ്ടായിരുന്നു, അച്ഛൻ സാർ. അവരോടെല്ലാം ചേർന്ന് നമുക്ക് റെഗുലറായിട്ടൊരു സ്റ്റുഡൻറ്റ് മൂവ്മെൻറ്റ് തുടങ്ങാം. കാരണം ഇവാഞ്ചലിക്കൽ യൂണിയനിലാണ് എല്ലാവരും വളർന്നത്. ഞങ്ങളെല്ലാവരും അന്ന് അതേ ഉള്ളായിരുന്നു. പക്ഷേ അവർക്ക് ചില റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. ഫുൾ ഗോസ്പൽ പറയരുതെന്ന് നമ്മളോട് നേരെ പറയും, സ്റ്റുഡൻസിനോട് രക്ഷ മാത്രം പറഞ്ഞാൽ മതി. പക്ഷേ മാത്യു തോമസ് സാറിന് അത് പോരാ, അത് പറയണം.
അങ്ങനെ വന്നപ്പോൾ അവർക്ക് തമ്മിൽ ഒരു ചെറിയ ഫ്രിക്ഷൻ ഉണ്ടായി. അപ്പം ഇത് വെച്ചാൽ ഞങ്ങളെല്ലാം സഹായിക്കണം. കാരണം നമുക്കെല്ലാവർക്കും ഫുൾ ഗോസ്പൽ പറയണമെന്നുള്ള ആഗ്രഹമുള്ളവരായതുകൊണ്ട് എല്ലാവരും എതിർത്ത് ഒരിക്കലും നടക്കത്തില്ല. സ്റ്റുഡൻസിനിടയിലെല്ലാം ഫുൾ ഗോസ്പൽ പരിശുദ്ധാത്മാവ് സ്നാനം എന്നെല്ലാം പറഞ്ഞാൽ ശരിയാകത്തില്ല. രക്ഷ പറഞ്ഞിട്ട് വന്നേക്കണം, പിന്നെ താല്പര്യമുള്ളവർ മുമ്പോട്ട് വന്നോട്ടെ എന്നുള്ള രീതിയാണ്. പക്ഷേ ഫുൾ ഗോസ്പൽ എന്നുള്ള രീതിയിൽ തുടങ്ങിയതാണ് ICPF 1980. അങ്ങനെ മാത്യു പി തോമസ് സാറായിട്ട് കണക്ട് ആകുന്നതും ICPFൻ്റെ പ്രവർത്തനത്തിലേക്ക് കടന്നു വരും. അങ്ങനെ 1980 തൊട്ട് പിന്നെ നമുക്ക് മുട്ടുമണ്ണിൽ നമ്മുടെ സ്വന്തമായിട്ട് വരുന്നവരെ ഒരു വർഷം പോലും നിർത്താതെ ഈ ചരൽക്കൊന്ന് ക്യാമ്പ് നടത്തുകയായിരുന്നു. ആദ്യമെല്ലാം 10-25 സ്റ്റുഡൻസ് വരുന്നത് തന്നെ വലിയ പ്രയാസമായി. അതിനുശേഷം പിന്നെ അത് ഫുള്ളായി, പിന്നെ അത് 2ആക്കി. നോർത്ത് മലബാർ ക്യാമ്പും സൗത്ത് ഇവിടെ മുട്ടുമൺ ചരൽക്കുന്ന് ക്യാമ്പുമാക്കി. ഇപ്പം നമ്മുടെ സ്വന്തമായിട്ടുള്ള സ്ഥലമുണ്ട്. അത് എല്ലാവർക്കും അറിയുന്ന പോലെ ലോകവ്യാപകമായിട്ട് പോകാനുള്ള കാരണം നമ്മളായിട്ട് പല സ്ഥലങ്ങളിൽ തുടങ്ങിയതല്ല. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞങ്ങൾ ലീഡേഴ്സിന് എല്ലാവരും അറിയാം. നമ്മുടെ ക്യാമ്പിൽ കൂടെ കടന്നു പോയ പിള്ളേർ, അവർക്കുണ്ടായ വ്യത്യാസം, അവർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ എവിടെ പോയാലും അവർക്ക് ആദ്യത്തെ ആഗ്രഹം ഇവിടെ ഒരു ICPF യൂണിറ്റ് തുടങ്ങും. അങ്ങനെ തുടങ്ങിയതാണ്. ഇന്ന് 20 കൺട്രീസിന് കൂടുതലുണ്ട്. ഇന്ത്യയിൽ തന്നെ നമ്മൾ നോർത്ത് ഈസ്റ്റ് ഒഴിച്ച് മറ്റെല്ലാ സ്റ്റേറ്റുകളിലും മിക്കവാറും ഉണ്ട്. ഓരോ ദിവസവും ഓരോ ആഴ്ചയും നമുക്ക് 1000-ൽ കൂടുതൽ കോളേജുകൾക്ക് ക്യാമ്പ് നടപ്പുണ്ട്. 60-70 ജനറൽ ക്യാമ്പ്സ് നടപ്പുണ്ട്. അങ്ങനെ എല്ലാം ഒരു 10,000 കണക്കിലുള്ള സ്റ്റുഡൻസ് ഇതിൽ കൂടെ കടന്നു പോകാനെല്ലാമാണ്. അങ്ങനെ ഈ 2 മിനിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 2 മിനിസ്ട്രിയിലും അങ്ങനെ ഇൻവോൾവ് ആയതാണ്. ഒന്ന് എൻ്റെ കൺവിക്ഷൻ, കർത്താവ് പാവപ്പെട്ടവരോട് ഇരുന്നാൽ കർത്താവ് നമ്മളോട് കൂടെ ഉണ്ട് എന്നുള്ള കൺവിക്ഷൻ, അത് 100% ശരിയാണെന്ന് അനുഭവത്തിൽ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് നമുക്ക് ഒരു എന്നാ പറയുന്നത് ധൈര്യമായിട്ട് മറ്റവരോട് പറയാൻ പറ്റും ഓരോരോട്. അല്ലാതെ തിയറിറ്റിക്കലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പലർക്കും ഒരു ചെറിയ സംശയമായിരിക്കും. കാരണം ഞാൻ പോയപ്പോൾ തന്നെ എൻ്റെ ഫാദറെല്ലാം ഒരിക്കലും സംശയം, നീ എന്തൊരു മണ്ടനാണ്. എനിക്കന്ന് 3 പിള്ളേരുള്ളപ്പോഴാണ് ഞാൻ അട്ടപ്പാടിയിൽ വരുന്നത്. 3 പെൺപിള്ളേർ, അതിൽ മൂത്തവൾക്ക് 9 വയസ്സേ ഉള്ളൂ. അവരെല്ലാം വെച്ചുകൊണ്ട് നീ പഠിക്കാൻ പോലും കോളേജ് സ്കൂളൊന്നും ഇല്ലാത്ത സ്ഥലത്ത് പോയി പോകുന്നല്ലോ എന്ന്. അപ്പോൾ അതുപോലെ പലർക്കും സംശയം വരും. പക്ഷേ ഇപ്പോൾ അറ്റ് ദ എൻഡ് ഓഫ് ഇറ്റ് നമുക്ക് പറയാൻ പറ്റും, ഈ പിള്ളേരെല്ലാം നല്ല സ്ഥാനത്തുമായി, ദേ ആർ ഡൂയിങ് വെരി ഗുഡ്. എനിക്ക് ഒരു കുറവും വന്നിട്ടില്ല. പക്ഷേ ഇതൊന്നും ഞാൻ ഉണ്ടാക്കിയല്ല, കൂടെ ദൈവം ഉണ്ടായിരുന്നു എന്നുള്ള ആ കൺവിക്ഷൻ വാസ് വെരി മച്ച് പ്രൂവ്. അത് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ, കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മളെ ദൈവം എന്ത് ചെയ്തെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ചെയ്യാൻ നമുക്ക് സ്റ്റെപ്പ് വയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരിക്കലും പരാജയം വരത്തില്ല. തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു നഷ്ടവുമില്ല, തിരിഞ്ഞു നോക്കുമ്പോൾ സന്തോഷമേ ഉള്ളൂ. കാരണം ഒരു വിശ്വാസവും ഇല്ലാത്ത ഒരു സമൂഹത്തെ, ഇത് ഒരു സ്ഥലത്ത് മാത്രമേ പറയുന്ന അട്ടപ്പാടി, പിന്നെ ഞങ്ങളത് കുറച്ചും കൂടി വ്യാപകമാക്കി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വയനാട്ടിൽ നമുക്ക് 2000-ൽ കൂടുതൽ ബിലീവേഴ്സ് ഉണ്ട്. വയനാട്ടിൽ ഈ പണിയർ എന്നൊരു സമൂഹമുണ്ട്, റാവുലർ എന്നൊരു സമൂഹമുണ്ട്. ഈ സമൂഹത്തിലെല്ലാം നമുക്ക് സഭകൾ സ്ഥാപിക്കുവാനായിട്ട് സാധിച്ചു. ഇന്ത്യയിൽ ഇപ്പോൾ നമ്മൾ 6 സ്റ്റേറ്റുകളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. രാജസ്ഥാനിൽ ബില്ല്, മീന എന്ന് 2 ഗ്രൂപ്പുണ്ട്. അത് ട്രൈബൽ വിഷൻ്റെ അണ്ടയിൽ തന്നെ. ഞങ്ങൾ ഈ ട്രൈബൽസ് മാത്രമേ നോക്കത്തുള്ളൂ. അവർക്ക് മാത്രമേ നമ്മുടെ ഈവൻ മെമ്പർഷിപ്പ് ഓപ്പൺ ചെയ്തു. എന്ന് വെച്ചാൽ അവരുടെ കല്യാണം അത് ഇതെല്ലാം അവർക്ക് മാത്രമേ നോക്കത്തുള്ളൂ, മറ്റാരെയും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യത്തില്ല. എന്ന് പറഞ്ഞാൽ ഇത് പീപ്പിൾ ഗ്രൂപ്പ് അപ്രോച്ച് എന്ന് പറയും. മിഷൻസിൽ ഓരോ പീപ്പിൾ ഗ്രൂപ്പിലും ഒരു ബിലീവിങ് കമ്മ്യൂണിറ്റി ഇരിക്കണം എന്നുള്ളതാണ് മിഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നത്. എല്ലാവരെയും റീച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുപോലെ ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ 700 ട്രൈബൽ ഗ്രൂപ്പ്സ്, അതിൽ പല ആൾക്കാരും വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ എക്സ്ക്ലൂസീവായിട്ട് നോക്കുന്നതുകൊണ്ട് ഞങ്ങൾ 32 ഗ്രൂപ്പ്സിലാണ്. ഇപ്പോൾ സഭകൾ സ്ഥാപിച്ചു, വിശ്വാസികൾ അവിടെ ഉണ്ടെന്ന് മാത്രമല്ല, അവരിൽ തന്നെ ആൾക്കാരെ നമ്മൾ ട്രെയിൻ ചെയ്ത് അവരെ മിഷണറിമാരാക്കി അവരുടെ സഭയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതാണ് ട്രൈബൽ മിഷൻ്റെ എക്സ്ക്ലൂസീവ്നെസ്. അപ്പം ICPFൽ നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു സ്റ്റുഡൻറ് ലീഡർ ഒരാളുണ്ടായാൽ ഹി വിൽ ബി സ്പ്രെഡിങ് അമംഗ് അതർ സ്റ്റുഡൻസ്. വേറെ നമുക്ക് കയറാൻ പറ്റില്ല. അതേപോലെ ഇത് വളരെ എക്സ്ക്ലൂസീവാണ്, ട്രൈബൽസ് ആയിട്ട് മാത്രം വെച്ചിരിക്കുന്നത്. കാരണം ഒരു ഫസ്റ്റ് ജനറേഷൻ ക്രിസ്ത്യൻസാണ്. അവർ വന്ന് മറ്റേ പൊതു സഭകളോട് ചേർത്ത് കഴിഞ്ഞാൽ
ഇവർക്കുള്ള ഒരു നേച്ചർ, ഇവർ ഒരു ഇൻട്രോവേർട്ടാണ്. അവർ പതുക്കെ പിന്മാറും, അവർക്കൊന്നും മനസ്സിലായില്ല. സോ അവർക്ക് അറിയുന്ന അത്രയും ആ ലെവലിൽ നമ്മൾ താണു വന്ന് അവരോട് സംസാരിക്കുക. കാരണം ഇല്ലിറ്ററേറ്റാണ് മെയിൻ. ഫസ്റ്റ് ജനറേഷൻ എല്ലാം ഇല്ലിറ്ററേറ്റാണ്. ഇപ്പം നമ്മൾ സെക്കൻഡ് ജനറേഷൻ ട്രൈബൽസാണ് പഠിച്ചു വരുന്നത്. അതിനു മുമ്പ് ഇല്ലിറ്ററേറ്റാണ്. ഇപ്പോൾ സെക്കൻഡ് ജനറേഷൻ പഠിച്ചു വരുന്നത് കൊണ്ട് നമ്മൾ ഈ അവരുടെ ഭാഷയിൽ നമ്മൾ ട്രാൻസ്ലേഷൻ പോലും ബൈബിൾ ട്രാൻസ്ലേഷനെല്ലാം ചെയ്ത് അവരുടെ ഭാഷയിൽ പേരുള്ള മുടുക കുറുമ ഭാഷ, അതുപോലെ വയനാട്ടിൽ പണിയാർ, ഇവർക്കെല്ലാം പുതിയ നിയമമുണ്ട്. അപ്പോൾ ലിപി മലയാളം ലിപിയാണ് സ്ക്രിപ്റ്റ്, പക്ഷേ വായിക്കുമ്പോൾ അവരുടെ ഭാഷ പോലെ തോന്നും. അതുകൊണ്ട് അവർ വീട്ടിൽ വായിച്ച് കൊടുക്കുമ്പോൾ മറ്റവർക്കെല്ലാം മനസ്സിലാക്കുവാനെല്ലാം സാധിക്കും. ഈ പ്രവർത്തനം നടത്തുമ്പോൾ രാഷ്ട്രീയമായിട്ടോ അല്ലാതെ ഏതെങ്കിലും രീതിയിലുള്ളതായ പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ഞങ്ങൾ അട്ടപ്പാടിയിൽ ആദ്യം പോയപ്പോൾ ഒരു ഹോസ്പിറ്റലിനുള്ള രീതിയിൽ പലരും ഒരു ഹോസ്പിറ്റൽ നടത്താൻ വന്നത്. പക്ഷേ ഞങ്ങളുടെ എംഫസിസ് ഹോസ്പിറ്റലോട് കൂടെ നമ്മളോട് വരുന്നവരോട് സുവിശേഷം പറഞ്ഞു അവർ കുറച്ച് പേര് വിശ്വാസികളാകുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ ഭയങ്കര എതിർപ്പായിരുന്നു. 1990 ഞങ്ങൾ പോയി എല്ലാം സെറ്റിൽ ചെയ്ത് തുടങ്ങിയപ്പോൾ 94 കുറച്ച് ട്രൈബൽ പിള്ളേർ ഹോസ്റ്റലിൽ, ഗവൺമെൻറ് ഹോസ്റ്റലിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ പോയി അവരോട് ഇടപെട്ട് അവർക്ക് കുറച്ച് ഇഷ്ടപ്പെട്ട് അവർ ഞായറാഴ്ച ആരാധനയിൽ വരാൻ തുടങ്ങി. അതോടുകൂടി ആ പ്രദേശം ഇളകി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ എക്സ്പ്രസ് 1994 ഇന്ത്യൻ എക്സ്പ്രസ് ഒക്ടോബറിൽ ഒരു വലിയ ഫ്രണ്ട് പേജിലെ ന്യൂസ് വന്നു. അട്ടപ്പാടിയിലെ ബാറ്റിൽ ഓഫ് ഫെയ്ത്ത് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഹോസ്പിറ്റൽ വെച്ചുകൊണ്ട് എൻ്റെ പേര് വെച്ച് തന്നെ പറഞ്ഞു, ട്രൈബൽ പിള്ളേരെ ആകർഷിക്കുന്നു, അവരുടെ കിഡ്നി വെട്ടി ബോംബെക്ക് അയക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്, അതുകൊണ്ടാണ് ഇവിടെ ഹോസ്പിറ്റൽ നടത്തുന്നത്, പിന്നെ ലേഡീസിനെ പ്രോസ്റ്റിറ്റ്യൂഷൻ അയക്കാനാണ് ഫ്രണ്ട് പേജ് ട്രൈബൽ ഈ ഇന്ത്യൻ എക്സ്പ്രസ്സിലെ ഫ്രണ്ട് പേജിൽ വന്നതാണ്. അവിടെ ആൾക്കാരെല്ലാം ഇളകി വിട്ടതാണ്. അപ്പോൾ അവിടുത്തെ അന്നത്തെ മൈനോറിറ്റി കമ്മീഷൻ ജോൺ ജോസഫ് സാറ് പുള്ളി എന്നെ വിളിച്ചു, ഇങ്ങനെ വന്ന് ന്യൂസ് കേട്ടല്ലോ ഡോക്ടറെ, ഞങ്ങൾ പോലീസ് പ്രൊട്ടക്ഷനും എല്ലാം കൊടുക്കണോ, അവിടെ എന്നാ സംഭവിക്കുന്നെല്ലാം പറഞ്ഞു. പിന്നെ അതുപോലെ അവിടുത്തെ DSP കളക്ടർ എല്ലാം വന്നു. അവിടെ ഒരു വലിയ ബഹളമായി. ചിലരെല്ലാം പറഞ്ഞു കഴിഞ്ഞു, ഇത് കുറേ പിള്ളേർ ട്രൈബൽ ഹോസ്റ്റൽ പിള്ളേർ നമ്മൾ പോയി വിശ്വാസം പറഞ്ഞുകൊണ്ട് അവർ നമ്മൾ നടത്തുന്ന ഒരു ചെറിയ ആരാധനയിൽ അവർ വന്ന് പങ്കെടുത്തു, സ്ഥിരമായിട്ട് പങ്കെടുക്കുന്നു. ആ പങ്കെടുത്തുകൊണ്ടിരുന്ന സമയത്ത് അവരുടെ ഹോസ്റ്റലിൽ ഈ ആയുധ പൂജ എന്ന് വെച്ചപ്പോൾ ഈ പിള്ളേർ പോയില്ല. അങ്ങനെയായ പ്രശ്നമെല്ലാം തുടങ്ങിയത്. പ്രശ്നം തുടങ്ങി അവിടെ ഞങ്ങളുടെ കൂടെ ഇരുന്ന വർക്കേഴ്സിനെല്ലാം അടിച്ചു, പ്രശ്നം പോയി. പിന്നെ ഞാൻ പോയി അവരെല്ലാം വിളിച്ചുകൊണ്ട് വന്ന് അങ്ങനെയെല്ലാം കുറേ പ്രശ്നങ്ങൾ ഉണ്ടായി. അതോടുകൂടെ എൻ്റെ പേരിൽ നോട്ടീസെല്ലാം അടിച്ചിറക്കി. അപ്പോഴെല്ലാം ഞങ്ങൾ ഹോസ്പിറ്റലിന് ചെറുതായിട്ടൊന്ന് തുടങ്ങി വരുന്നേ ഉള്ളൂ. പക്ഷേ അതൊരു പ്രശ്നമാണെങ്കിലും പോലീസുകാരെല്ലാം വന്ന് എന്നോട് പറഞ്ഞു, ട്രൈബ്സാണ്, സൂക്ഷിക്കണം, അവർക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ പിന്നെ കാര്യമെല്ലാം മനസ്സിലാക്കിയപ്പോൾ ഇവർ പറഞ്ഞതിലൊന്നും കാര്യമില്ലെന്ന് പോലീസ് മനസ്സിലാക്കി അതോടുകൂടി വിട്ട്. പക്ഷേ നമ്മൾ വാൺ ചെയ്താണ് വിട്ടത്. അപ്പം ഞാൻ പറഞ്ഞു, നമ്മൾ വി ആക്ട് അക്കോർഡിംഗ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലാതെ നമ്മളൊന്നും ചെയ്യത്തില്ല, നമുക്ക് പറയുന്നത് നമുക്ക് അറിയുന്നത് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ അതൊരു സ്വല്പം വൈരാഗ്യവുമായിട്ട് പിന്നെ ഞങ്ങൾ അതിനുവേണ്ടി തന്നെ പിള്ളേർക്ക് ഹോസ്റ്റൽ വെച്ചു. ഈ പിള്ളേർ നമ്മുടെ കൂടെ തന്നെ നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് തന്നെ ആദ്യം ഒരു ചെറിയ ഹോസ്റ്റൽ പോലെ തുടങ്ങി അവരെ പഠിപ്പിക്കാനായിട്ട് ഹോസ്പിറ്റലിൽ നടത്തിക്കൊണ്ടുവന്നു. ഇത് നടന്ന അടുത്ത വർഷം അവിടെ കോളറ വന്നു അട്ടപ്പാടിയിൽ, ഭയങ്കരമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഈ അട്ടപ്പാടിയിലെ ട്രൈബ്സ്, അന്ന് അവിടെ ഹോസ്പിറ്റലൊന്നുമില്ല, അട്ടപ്പാടിയിൽ മാത്രം 40 ട്രൈബ്സ് ഏകദേശം 3 ദിവസത്തിനകം നമ്മൾ അവിടെ വന്ന് അഡ്മിറ്റായി. ഓരോരുത്തർക്കും 15-20 ബോട്ടിൽ IV ഫ്ലൂയിഡെല്ലാം കൊടുത്തിട്ടാണ് അവർ രക്ഷപ്പെട്ടത്. പക്ഷേ ഹോസ്പിറ്റലിൽ വരാൻ പറ്റാത്ത അവിടെ ഒത്തിരി പേര് മരിച്ചു. പക്ഷേ അവർക്ക് ഹോസ്പിറ്റലേ ഉള്ളൂ, ഒരു പ്രൈമറി ഹെൽത്ത് സെൻ്ററേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ പോയി ആംബുലൻസ് വെച്ചുകൊണ്ട് പേഷ്യൻസിനെല്ലാം വിളിച്ചുകൊണ്ട് വന്നു. അന്ന് മനോരമയിൽ ഒരു ന്യൂസ് വന്നായിരുന്നു, ഹെഡ്ലൈൻ കോളറ അട്ടപ്പാടിയിൽ വന്നിട്ട് അടുത്തുള്ള ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ, പ്രൈവറ്റ് ഹോസ്പിറ്റൽ തമിഴ്നാട്ടിൽ ബോർഡറിലുള്ളതാണ്, ആൾക്കാർ പോയി രക്ഷപ്പെട്ടത്. അപ്പോൾ അന്നത്തെ ഹെൽത്ത് മിനിസ്റ്റർ നേരെ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ വന്നു എന്നെ കണ്ടു താങ്ക്സ് പറയാനായിട്ട്, കാരണം അത്രയും പേര് രക്ഷപ്പെട്ടു. അപ്പോൾ അത് ദൈവത്തിൻ്റെ ഒരു വിശ്വസ്തയാണ്. ഇത്രയും നമുക്ക് എതിർപ്പ് വന്നപ്പോൾ
ഇവരെ കൊണ്ട് പ്രയോജനമുണ്ടെന്ന് നാട്ടുകാർക്ക് ഒറ്റയടിക്ക് നമ്മൾ പോയി ഒന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ അവർക്കെല്ലാം മനസ്സിലായി ഇവരുള്ളത് കൊണ്ടാണ് ഇത്രയും പേര് ഇവിടെ രക്ഷപ്പെട്ടത് എന്ന് അവർക്കെല്ലാം പറയാൻ പറ്റും. അന്ന് ഹോസ്പിറ്റലൊന്നും ഇല്ലാത്തത്. അപ്പോൾ അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു. പിന്നെ ഇപ്പം നമ്മളെ സംബന്ധിച്ചോളം അത്രയും എതിർപ്പില്ല. കാരണം നമുക്ക് നല്ല ഹോസ്പിറ്റലുണ്ട്, പോലീസുകാരെല്ലാം നമ്മുടെ ട്രീറ്റ്മെൻറ്റിനാണ് വരുന്നത്. അത് ഇത് എല്ലാം ഉള്ളത് കൊണ്ട് നല്ല വിദ്യാഭ്യാസമുള്ള പിള്ളേരെല്ലാം വന്നു. അവർക്ക് തന്നെ അറിയാം അതുപോലെയുള്ള മേഖലകളിൽ നല്ല ഒരു ഫസ്റ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നമ്മളാ തുടങ്ങി ട്രൈബ്സിനെ പഠിപ്പിച്ചത്. അങ്ങനെ ഒരു ഹോളിസ്റ്റിക് ആയിട്ട് നമ്മൾ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ അട്ടപ്പാടി വയനാട്ടിലാണെങ്കിൽ നമ്മൾ ഒരു ഡി അഡിക്ഷൻ ക്യാമ്പ് നടന്നു. കഴിഞ്ഞ 6 വർഷത്തിൽ 5000 പേരിന് കൂടുതൽ നമ്മൾ ഡി അഡിക്ഷൻ ക്യാമ്പിൽ വന്നിട്ടും ഒരുമാതിരി വ്യത്യാസമായിട്ടുണ്ട്. അതിൽ 300 പേരിന് കൂടുതൽ വിശ്വാസികളായി. അവരങ്ങ് കംപ്ലീറ്റ് വിട്ടു. അത് വലിയൊരു സക്സസ്സാണ്. അവിടെ ചില കോളനികളിലെല്ലാം ഉണ്ട്. അതിലെല്ലാം കംപ്ലീറ്റ് ആൾക്കാർ ഈ ചാരായം മാറ്റുന്നതെല്ലാം വിട്ട്. അങ്ങനെ അവിടുത്തെ ആൾക്കാർക്കും പോലീസുകാർക്കെല്ലാം അറിയാം അവരെ കൊണ്ട് പ്രയോജനമുണ്ടെന്ന്. അതുകൊണ്ട് അങ്ങനെ സാമൂഹിക പ്രവർത്തനങ്ങൾ ചെയ്തും നമുക്ക് നിലനിന്ന് പോകാൻ പറ്റും. പക്ഷേ നമ്മൾ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ സ്കൂളും കോളേജെല്ലാം കൂടെ നമുക്കറിയാം ICPF പ്രവർത്തനം നടത്തുമ്പോഴേ ആദ്യകാലത്തെല്ലാം ഒരു ക്യാമ്പ് നടത്തണമെങ്കിൽ ഒരു 10 പേർ വന്നാൽ വലിയ സക്സസ് നടക്കും. 10 പേര് കോളേജിൽ നമ്മൾ ICPF സ്റ്റാഫ് വർക്കേഴ്സ് ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിൽ അടി വാങ്ങിയിട്ടുണ്ട് ഒത്തിരി. അന്നത്തെ കാലത്ത് കമ്മ്യൂണിസ്റ്റുകാരടിക്കുന്നത്, ABVP അല്ല. അങ്ങനെയല്ല ഇരുന്ന കാലത്ത്. ഇപ്പോഴെല്ലാം നമ്മൾ ഒരു ക്യാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിർത്തുക നമ്മൾ, ഇല്ലെങ്കിൽ അതിന് കൂടുതൽ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ചർക്കുന്ന് ആ മുട്ടുമൺ ക്യാമ്പിലെല്ലാം ഫസ്റ്റ് ടൈം വന്നവരെ നമ്മൾ സെക്കൻഡ് ടൈം എടുക്കത്ത് പോലും ഇല്ല. ഒരു സെക്കൻഡ് ചാൻസ് പോലും കൊടുക്കത്തില്ല. അങ്ങനെയുള്ള രീതിയിൽ ദൈവം വളർത്തിയെടുത്തിരിക്കുന്നു. അതുകൊണ്ട് 2 പ്രവർത്തനങ്ങളിലും മുമ്പോട്ട് വരുന്നതിന് ദൈവം സഹായിച്ചു. അത് വലിയ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. ഡോക്ടർ കഴിഞ്ഞ അതായത് ജീവിതം മുഴുവനും കർത്താവിന് വേണ്ടി ഓടി. അതിലെ ദൈവം അതിനുള്ള ക്രമീകരണം ഒരുക്കി കൃപ തന്നു. പുതിയ തലമുറയെ പറ്റി എന്താ അഭിപ്രായം? പലരും ചിന്തിക്കുന്നത് പുതിയ തലമുറയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കൺസ്യൂമറിസം അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ നമ്മുടെ യങ് പീപ്പിളിനെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം ഈ ഹ്യൂമാനിസം എന്ന് പറയുന്നത് മനുഷ്യനാണ് ഇമ്പോർട്ടൻറ്റ്. മനുഷ്യനെ കൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റും. ഹ്യൂമൻ നോളജ് അതാണ്. അതുകൊണ്ട് ദൈവത്തിന് ഇവിടെ ഒരു പ്രവർത്തനമില്ല. ദൈവം എന്ന് പറയുന്ന ഒരു ശക്തിക്ക് ഒരു പ്രാധാന്യമില്ല, ഒരു റെലവൻസ് ഇല്ല എന്നുള്ള രീതിയിൽ അവരുടെ മനസ്സിനെ ഒരുപാട് ദൈവത്തിൽ നിന്ന് അകറ്റുന്ന കാര്യങ്ങളാണ് കാണുന്നത്. കാരണം ഒരു യങ് സ്റ്റുഡൻറ്റ് കോളേജിൽ ഇരുന്നാൽ അവന് 8-9 മണിക്കൂർ കോളേജിലാണ്. പിന്നെ വീട്ടിനകത്ത് 2 മണിക്കൂർ എല്ലാം കാണും, പിന്നെ ചാപ്പാടും കഴിക്കും, കിടക്കും, അത്രേ ഉള്ളൂ. പക്ഷെ അതെല്ലാം ഇൻഫ്ലുവൻസ് മീഡിയയിലാണ്. പക്ഷേ ഇവരുടെ ഇടയിൽ ഡീൽ ചെയ്യുവാൻ തക്കവണ്ണമുള്ള നമ്മുടെ ചർച്ചകളും അതിന് പ്രിപ്പയർഡ് അല്ല. എന്ന് പറഞ്ഞാൽ പാസ്റ്റർമാരാണെങ്കിൽ സുവിശേഷൻ പറയും, ബൈബിളിൽ പറയും. പക്ഷേ ഈ പിള്ളേരുടെ ഈ ബ്രെയിൻ കൺട്രോൾ ചെയ്യുന്ന ഈ സോഷ്യൽ മീഡിയയ്ക്ക് ശരിക്കുള്ള അല്ല, അതെല്ലാം ശരിയായിരിക്കാം, പക്ഷെ അതിനേക്കാൾ വലിയ ശക്തിയാണ് ദൈവം എന്ന് പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള ഒരു സംവിധാനം നമ്മുടെ ചർച്ചകളിലില്ല. ICPFൻ്റെ ഒരു മെയിൻ പ്രവർത്തനം അതാണ്. വി ആർ കോൺസെൻട്രേറ്റിംഗ് ഓൺ ദ സ്റ്റുഡൻസ്. അവർക്ക് ദൈവത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പറയുവാനുമുള്ള ഒരു കാര്യം. അതുകൊണ്ട് എന്തായിപ്പോയി, നാച്ചുറലി നമുക്ക് പറഞ്ഞാൽ ഞങ്ങളുടെ തലമുറയാണെങ്കിൽ അത്രയും നമ്മളെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളില്ല, ഇന്നും ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് സഭ മുമ്പോട്ട് വന്നാലല്ലാതെ നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം പിള്ളേർക്ക് ഏത് അട്രാക്റ്റ് ചെയ്യുന്നോ അതിന് പോകും. പക്ഷെ ജീവിതത്തെക്കുറിച്ച് ആർക്കും ഒന്നും പറയാനില്ല. പള്ളിയിൽ പോയി ഒരു പ്രാർത്ഥന ഉണ്ട്, അതിനകത്ത് ഒന്നും കാര്യമൊന്നുമില്ല, മറ്റതെല്ലാം കാര്യമെന്ന് പറയുമ്പോൾ നാച്ചുറലി ദേ ആർ അട്രാക്റ്റഡ് ടു ദാറ്റ്. ബട്ട് ഈ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തി കൊടുക്കുവാൻ നമ്മളിപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും, ഞാൻ പഠിച്ച് എത്ര ആയാലും എൻ്റെ കൂടെ ദൈവത്തോടു കൂടെ ഞാൻ പ്രവർത്തിച്ചത് കൊണ്ട് എനിക്കുണ്ടായ നന്മകൾ എനിക്ക് മാത്രമല്ല മറ്റവർക്ക് നമുക്ക് നന്മ ചെയ്യാൻ പറ്റി എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാനുള്ള ഒരു കമ്മിറ്റഡ് ക്രിസ്ത്യൻസ് മതി. കാരണം എല്ലാവരും അങ്ങനെ ആകണമെന്നില്ല. ദാനിയേൽ ഒരാളെ ഉണ്ടായിരുന്നു, 10,000 പേരെ നെബൂഖദ്നേസർ പിടിച്ചുകൊണ്ട് പോയി. ദാനിയേൽ ഒരാൾ ഉണ്ടായിരുന്നു, കൂടെ ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരാൾ മതിയായിരുന്നു രാജാക്കന്മാരെ മുട്ടുകുത്താനായിട്ട്.
അതുപോലെ ഉള്ള വിശ്വാസികൾ ടോട്ടലായിട്ട് കമ്മിറ്റഡ് ആയിട്ടിരിക്കുന്നത് നമ്മുടെ യങ്സ്റ്റേഴ്സ് കണ്ടാൽ അറ്റ്ലീസ്റ്റ് ദർ ഇസ് എ ചാൻസ്. ഇതുകൊണ്ട് ലോകം ഇങ്ങനെ പറയുന്നു, ഇവരിങ്ങനെ പറയുന്നു എന്ന് പറയാൻ ഉണ്ടെങ്കിൽ ഗ്രേറ്റ് ഡിഫറൻസ് വിൽ ബി ദ. അതുകൊണ്ട് ഈ ലീഡേഴ്സിൻ്റെ ചർച്ചസിൽ എസ്പെഷ്യലി വിശ്വസിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിച്ചു ഞാൻ സ്വർഗത്തിൽ പോകുന്നു എന്ന് പറയുന്നതിനേക്കാൾ നമ്മുടെ യങ്സ്റ്റേഴ്സിനെ അവരെ കൺവിൻസ് ചെയ്യാൻ തക്കവണ്ണം നമ്മുടെ ജീവിതം ഉണ്ടായിരിക്കണമെന്നുള്ള കാര്യങ്ങൾ വിശ്വാസികൾ പഠിച്ചെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ലോകത്തിൻ്റെ കാര്യങ്ങളേക്കാൾ ദൈവത്തോട് പോകുന്നതാണ് കുറച്ചും കൂടെ ഉറപ്പ്, സെക്യൂരിറ്റി എന്നുള്ളതും ബൈബിളിൻ്റെ ഒരു കാര്യമാണ്. ബൈബിളാണ് ഹോൾ മാൻസ് ഹിസ്റ്ററി ഫ്രം ബിഗിനിങ് ടു എൻഡ്. അത് പറഞ്ഞതുപോലെ തന്നെ നടന്നുകൊണ്ട് വരുന്നു, അത് തന്നെ നടക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇറ്റർണിറ്റിയെ കുറിച്ചിട്ടുള്ള ഒരു പ്രൊഫൈൽ ഐഡിയ കാര്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു സമൂഹം, ഒരു ചെറിയ സമൂഹമാണെങ്കിലും അതുകൊണ്ട് എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ, കാരണം നമുക്കറിയാം പിള്ളേർ പല കാര്യങ്ങളിൽ കൂടെ പോകുമ്പോൾ താൽക്കാലികമായിട്ട് അവർക്ക് സന്തോഷം കിട്ടിയാൽ കുറച്ച് കഴിയുമ്പോൾ ദേ വിൽ ഗെറ്റ് ഫ്രസ്ട്രേറ്റഡ്. പ്രശ്നങ്ങൾ വരും, മാറി മാറി പ്രശ്നങ്ങൾ വരും. അപ്പം അവർക്ക് എവിടെ പോകണമെന്ന് അറിയാതെ പോയി കഴിഞ്ഞാൽ ദെൻ അപ്പോഴാണ് അവർ കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു പോകുന്നത്. അപ്പം അല്ലെങ്കിൽ അവർക്കൊരു അതുകൊണ്ട് കൂടുതൽ സഭകളും വിശ്വാസികളായിട്ടിരിക്കുന്നവരും കുറച്ചും കൂടി നമ്മുടെ സ്വന്തം കാര്യം മാത്രമല്ല ദൈവത്തിനെ ഉയർത്തി കാണിക്കാൻ ഉള്ള ഒരു ശ്രമം നമ്മുടെ യങ് ജനറേഷന് കാണിച്ചു കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ യങ് ജനറേഷൻ ഉള്ളതിന് പോകും, പക്ഷേ ഇത് ഓൾ നോ ഇറ്റ്സ് നോട്ട് എ റിയൽ, ഇറ്റ്സ് ഓൺലി എ മിറാജ്. കാണാൻ കുറച്ച് സന്തോഷമാകും, പക്ഷേ അതിനെ കൂടുതൽ പ്രശ്നങ്ങളാണ്. എത്ര പ്രശ്നങ്ങൾ സെൽഫോൺ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷേ അതുണ്ടാകുന്ന പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ കാര്യങ്ങൾ അറിയത്തുള്ളൂ. പക്ഷെ അതിനും കൂടെ വാല്യൂ കൊടുത്തുകൊണ്ട് വരുന്ന സമൂഹം. അതുകൊണ്ട് ICPF അതിൻ്റെ വലിയ ഒരു പങ്ക് വയ്ക്കുന്നതാണ്. നമ്മുടെ എൽഡേഴ്സ് വിശ്വാസത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന അവർക്ക് മാത്രമല്ല മറ്റവർക്കും ഉണ്ടാക്കുന്ന നന്മകളും ഇവർ പുറകെ പോകുന്ന പല കാര്യങ്ങൾ അവർക്ക് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും ഇതെല്ലാം ഒന്ന് നോക്കി അവർക്കൊരു അറ്റ്ലീസ്റ്റ് ഒരു ആൾട്ടർനേറ്റീവ് ഉണ്ട് എന്നെങ്കിലും നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത് ആവശ്യമാണ്. യങ്സ്റ്റേഴ്സിനോട് നമുക്ക് പറഞ്ഞാനേ പറ്റത്തുള്ളൂ. നത്തിങ് മോർ ദാൻ ഗോഡ് ഈസ് ദ റിയൽ തിങ് എന്ന് പറഞ്ഞു കൊടുക്കാനേ ഉള്ളൂ. പക്ഷെ അത് കാണിച്ചു കൊടുക്കാനും വേണം. ഓക്കെ, താങ്ക് യു ഡോക്ടർ. ഡോക്ടർ ഏലിയാമ്മ മുരളീധരൻ ഞങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ കാണാനൊത്തത് വലിയ ദൈവ കരുണയായിട്ട് ഞാൻ കരുതുന്നു. എനിക്കറിയാം ഡോക്ടർ എപ്പോഴും വലിയ തിരക്കുള്ളൊരു വ്യക്തിയാണ്. അപ്പം മക്കളുടെ കാര്യം, ഹോസ്പിറ്റലിലെ കാര്യം, ഭവനത്തിൻ്റെ കാര്യമൊക്കെ പ്രിയ ഡോക്ടർ ആൻറ്റിയാണല്ലോ കൈകാര്യം ചെയ്യുന്നത്. അതേക്കുറിച്ച് ഒപ്പം വിശ്വാസ ജീവിതം നയിക്കണം, അവിടെയുള്ളവരെ പരിപാലിക്കണം, അതെല്ലാം കൂടെ എങ്ങനെ മാനേജ് ചെയ്യാനായിട്ട് ഒത്തു? ഞങ്ങൾ രണ്ടുപേരും അട്ടപ്പാടിക്ക് കടന്നുപോയത് 1990-ലാണ്. ആ സമയത്ത് പ്രിയ ഡോക്ടറിൻ്റെ പേരൻസ് രണ്ടുപേരും നല്ല ആരോഗ്യത്തോടെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അവർ ഞങ്ങളുടെ കൂടെ കടന്നു വന്നു. ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും, ഡോക്ടറും ഞാനും, ഞങ്ങൾ ഫുള്ളി എൻഗേജ്ഡ് ഇൻ ദ ഹോസ്പിറ്റൽ വർക്ക്. അപ്പോൾ ഞങ്ങളുടെ 3 കുഞ്ഞുങ്ങളെയും അവർ നല്ല ഭംഗിയായിട്ട് സന്തോഷമായിട്ട് അവർ നോക്കി അവർക്ക് വേണ്ടതായ എല്ലാ നന്മകളും അവർ രണ്ടുപേരും നൽകി കൊടുത്തുകൊണ്ടിരുന്നു. ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളും. ഞങ്ങൾ ഒരു കമ്മ്യൂണിറ്റി ലീവിങ് ആണ് അവിടെ. അപ്പോൾ ഞങ്ങൾക്കൊരു കോമൺ മെസ്സുണ്ട്. കോമൺ മെസ്സ്, ഒരു എക്സ്പേർട്ട് കുക്ക് ഒക്കെ ഉള്ളത് കൊണ്ട് ഫുഡ് അവരുണ്ടാക്കും. അതുകൊണ്ട് കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ പേരൻസിന് വറി ചെയ്യേണ്ടി ഉണ്ടായിട്ടില്ല. മറ്റ് ഭവനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും, ബൈയിങ് തിങ്സ്, കുട്ടികളുടെ എഡ്യൂക്കേഷൻ്റെ കാര്യങ്ങൾ, സ്കൂളിൽ വിടുന്നത് എല്ലാം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആ വിഷയത്തിൽ ഞങ്ങൾക്ക് നോക്കേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. ഞങ്ങൾ രണ്ടുപേരും കുട്ടികളെ പോലെ, ഞാനും ഡോക്ടർ മുരളിയും അങ്ങനെ ഞങ്ങളുടെ മെഡിക്കൽ വർക്ക് മാത്രം ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ജീവിച്ചു ആ സമയത്തെല്ലാം. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ വളരെ അനുഗ്രഹമായിരുന്നു. പ്രത്യേകിച്ചും ഡോക്ടർ മുരളി ശനി ഞായർ അവിടെ കാണത്തില്ല.
ആ സമയത്ത് എൻ്റെ ഉത്തരവാദിത്വം അങ്ങ് ഡബിൾ ആകുകയാണ്. ഡോക്ടറിൻ്റെ പേഷ്യൻസിനെ ഞാൻ കാണണം, എൻ്റെ ഡെലിവറിക്കുള്ള പേഷ്യൻസിനെ കാണണം, മറ്റ് ബേബീസ് ഉണ്ടെങ്കിൽ അവരെ കാണണം. ദ ഫുൾ ഹോസ്പിറ്റലിൻ്റെ ദ ബ്രണ്ട് ഓഫ് ദാറ്റ് റെസ്പോൺസിബിലിറ്റി വാസ് ഓൺ മൈ ഹെഡ്. അപ്പോഴൊക്കെയാണ് വാസ്തവത്തിൽ ഞാൻ ആ സമയത്തൊക്കെയും കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഞങ്ങളുടെ സ്റ്റാഫും ഞാനും ഒത്തൊരുമിച്ച് ഈ പ്രവർത്തനങ്ങളിൽ പേഷ്യൻസിനും ഞങ്ങളെ വളരെ റെസ്പെക്റ്റായിരുന്നു. ഞാൻ മാത്രമുള്ളെങ്കിലും എന്നെ വളരെ റെസ്പെക്റ്റോടു കൂടി അവർ കരുതി. അതുകൊണ്ട് ഈ മെഡിക്കൽ പേഷ്യൻസും ഗൈനക് പേഷ്യൻസും ഡെലിവറിയും ഒക്കെ നോക്കാനായിട്ട് എനിക്ക് സാവകാശം ലഭിച്ചു. കാരണം എൻ്റെ പേരൻസ്, ഡോക്ടറിൻ്റെ പേരൻസ് കൂടെ ഉണ്ടായിരുന്നു. അവർ ഭവനത്തിലെ കാര്യങ്ങളെല്ലാം നോക്കിയതുകൊണ്ട്. പിന്നെ 2000 അവർ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് കർത്താവിൻ്റെ ഒരു വലിയ കൃപയാണ് എന്ന് പറയും. എനിക്ക് എല്ലാ സമയത്തും നല്ല കുക്ക് അല്ലെങ്കിൽ നല്ല സെർവൻറ്റിനെ എനിക്ക് ദൈവം തന്നുകൊണ്ടേയിരുന്നു. അതും ഞാൻ ഒരിക്കലും ഇങ്ങനെ ഓർത്തിട്ടുണ്ട്. കർത്താവ് നയമാൻ്റെ വീട്ടിലൊരു നല്ലൊരു കൊച്ചുണ്ടായിരുന്നു, ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അത്രയും നല്ല ഒരു കൊച്ചുണ്ടായിരുന്നു. അതുപോലെ ഒരു കൊച്ചിനെ എനിക്ക് തരണമെന്ന് കൂടെ ഞാൻ മനസ്സിലിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ മുന്നിലൊരു കൊച്ചു വന്നിക്കുകയും എല്ലാ കാര്യം ചെയ്യുവാനായിട്ട്. അതുകൊണ്ട് വാസ്തവത്തിൽ ഭവനത്തിൻ്റെ കാര്യങ്ങൾ സെർവൻ്റ് നോക്കിക്കൊണ്ടിരുന്നു. പിന്നെ ഞാൻ കംപ്ലീറ്റ് മെഡിക്കലിൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തു. വെച്ചാൽ അങ്ങനെ നമ്മൾ ചെയ്യേണ്ട, ഞങ്ങൾ രണ്ടുപേരും മാത്രം ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്താലേ അവിടെ സക്സസ് ആകത്തുള്ളൂ. അവിടെ ഒരു തെറ്റും അവിടെ സംഭവിക്കരുത്. പേഷ്യൻ്റെ ഡെലിവറിക്ക് വരുന്നത് തന്നെ പറയും, ഡോക്ടറെ ഒരു മിസ്റ്റേക്കും ഉണ്ടാകാതെ ഡോക്ടർ നോക്കുമല്ലോ എന്ന രീതിയിൽ കൂടെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫുൾ കോൺസെൻട്രേഷൻ അവിടെയായിരുന്നു. എന്നാൽ കർത്താവിൻ്റെ പ്രസൻസ് എനിക്ക് അനുഭവിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. പിള്ളേർ പ്രത്യേകമായിട്ട് ഒരു വിധത്തിൽ നല്ലപോലെ ഞങ്ങളോട് കോപ്പറേറ്റ് ചെയ്ത്, ഞങ്ങൾ കഷ്ടം അനുഭവിച്ചാലും ഞങ്ങൾ ആക്ച്വലായിട്ട് അവർ പഠിക്കാനുള്ള സ്കൂളിൽ പോകണമെങ്കിൽ 30-60 കിലോമീറ്റർ പോകണം ദിവസം. അതൊരു ഗാട്ട് റോഡാണ്, ജീപ്പിലാണ് പോകുന്നത്, പൊതിഞ്ഞാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഒരിക്കൽ അവരോട് പറഞ്ഞു, ഞാൻ കോയമ്പത്തൂരിൽ ഒരു വീടെടുത്ത് അച്ഛനും അമ്മയും പിള്ളേരും അവിടെ ഇരിക്കട്ടെ, സ്കൂളിൽ തൊട്ടടുത്ത്. ഞങ്ങളിവിടെ തന്നെ ഇരുന്നോളാം. ഒരു അവർ പോലും ട്യൂഷൻ പഠിച്ചില്ല. അതുകൊണ്ട് ഇവരെങ്ങനെ പഠിച്ചു വളരുമെന്ന് നമുക്കറിയത്തില്ല. അത് ദൈവത്തിൻ്റെ വലിയ കരുണയായിരുന്നു. പിള്ളേർ വളരെ സ്ട്രഗിൾ ചെയ്തെങ്കിലും ദേ വാണ്ടഡ് ടു ബി വിത്ത് അസ്, ഞങ്ങളോട് കൂടെ ആയിരുന്നു. മൂത്ത മോളെല്ലാം ഞാൻ മീറ്റിങ്ങിന് പോകുമ്പോഴെല്ലാം സ്കൂട്ടറിൽ വെച്ചിട്ടും കൊണ്ടുപോകും ചിലപ്പോൾ എല്ലാം. പക്ഷേ ദൈവം സഹായിച്ചു. 3 പെൺമക്കളും നല്ല വളർന്നു. അവർക്ക് 4 മക്കളും വളർന്നു. എല്ലാവർക്കും നല്ല ജോലിയും കിട്ടി. ദേ ആർ ഓൾ വെൽ ഓഫ്. 2 പേര് ആക്ച്വലി സ്റ്റേറ്റ്സിലുണ്ട്. ആക്ച്വലായിട്ട് അവരുടെ സ്വന്തം കഴിവിലാണ് എല്ലാം വന്നത്. അതായത് അവർക്ക് ഒരു മെഡിക്കൽ കോളേജിൽ പോലും ഒരു ക്യാപിറ്റേഷൻ ഫീസ് കൊടുത്തു വിടാനായിട്ടുള്ള ഒരു സൗകര്യവും ഇല്ല. 2 പേർക്ക് ഗവൺമെൻറ് കോട്ടായിലാണ് ഡെൻ്റൽ കിട്ടിയത്. 3ാമത്തെ മോൾക്ക് ഒരു പാരാമെഡിക്കൽ കോഴ്സ് കിട്ടി, പെർഫ്യൂഷൻ എന്ന് പറയും. അത് അവൾ കഴിഞ്ഞിട്ട് അതിൻ്റെ MS ഇവിടെ വന്ന് ചെയ്തപ്പോൾ ഇവിടെ തന്നെ ജോലി കൊടുത്തവർ. സാധാരണയായിട്ട് കൊടുക്കത്തില്ല, പക്ഷേ കിട്ടിയത് അമേരിക്കയിൽ വെച്ച് ഏറ്റവും വലിയ ഹോസ്പിറ്റൽ, ഹാർവേഡ് ഹോസ്പിറ്റലിൻ്റെ ഒരു ടീമായിട്ടാണ്, കാർഡിയക് സർജറി ടീമിലാണ് അവൾ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ എന്ന് പറഞ്ഞാൽ അതാ, നമുക്കൊന്നും ഇല്ലെങ്കിലും ദൈവം കൂടെ ഉണ്ടെങ്കിൽ എല്ലാം നടന്നുകൊണ്ടേയിരിക്കും. ഇന്ന് അവിടെ നോക്കുമ്പോൾ, ഞങ്ങളന്ന് പോകുമ്പോൾ ഞങ്ങളെ അടുത്ത 3 മാസം ഞങ്ങളവിടെ സർവൈവ് ചെയ്യാനെങ്കിലുമുള്ള പൈസ എന്ന് പറയുന്നത് എനിക്കുണ്ടായിരുന്ന ഒരു കാർ വിറ്റിട്ടാണ് ഞാൻ പോയത്. സത്യം അതാണ്. വേറെ 600 പൈസ അതും വെച്ചുകൊണ്ടാണ് പോയത്. പക്ഷേ ഇന്ന് അവിടെ ഞങ്ങൾക്ക് ലഭിക്കുന്ന ആ പ്രോപ്പർട്ടീസിന് നമ്മൾ വാങ്ങിയ പ്രോപ്പർട്ടീസ് അല്ല, ഈ മിനിസ്ട്രിയിൽ നിന്ന് കിട്ടിയ അല്ല, ഏകദേശം 12 കോടി വരെ ഉള്ള ഇത് എങ്ങനെ വന്നു എന്ന് ചിന്തിച്ച് പോലും നോക്കാൻ പറ്റത്തില്ല. പക്ഷെ ഒരേ ഒരു റീസണേ ഉള്ളൂ, ഗോഡ് വാസ് വിത്ത് അസ്. അത് എനിക്ക് എപ്പോഴും പറയാൻ പറ്റും, ഗോഡ് വാസ് വിത്ത് അസ് എന്നുള്ളതാണ്. അത് കർത്താവിൻ്റെ കാര്യം
നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ എല്ലാ കാര്യങ്ങളും ദൈവം നോക്കും എന്നാണ് ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് കൊണ്ട് മനസ്സിലായത്. മക്കള്, കൊച്ചുമക്കള് എന്ന് പറയും, കൊച്ചുമക്കൾ 3 പെൺമക്കൾക്ക് കല്യാണം കഴിച്ചു. എല്ലാവർക്കും 2 പിള്ളേരുണ്ട്. 6 കൊച്ചുമക്കളുണ്ട് ഞങ്ങൾക്കിപ്പോൾ. ലാസ്റ്റ് ഒരു സണ്ണുണ്ട്. അവന് BBA കഴിഞ്ഞിട്ട് അവനാണ് ഇപ്പോൾ ഹോസ്പിറ്റലിൻ്റെ അഡ്മിനിസ്ട്രേഷൻ നോക്കുന്നത്. അവൻ ഞങ്ങൾക്ക് സഹായമാണ്. പെൺമക്കൾ 3 സ്ഥലത്തായിട്ട് പോയി. ഇപ്പം പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ തുടക്കം വലിയ ഒരു പ്രതീക്ഷയില്ലാഞ്ഞ തുടക്കം. അതായത് ജസ്റ്റ് ഒരു സൗണ്ട്, പ്രതീക്ഷ മീൻസ് ഒരു സൗണ്ട് മാത്രം. പ്രതീക്ഷയില്ലെന്ന് പറയാനേ പറ്റത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, ബോട്ടം ലൈൻ കൺവിക്ഷൻ, ഞാൻ പോകുന്നത് ഒന്നുമില്ലെങ്കിലും കർത്താവ് പാവപ്പെട്ടവരോട് ഇത്രയും കരുണ കാണിക്കുന്നത് കൊണ്ട് നമ്മൾ കർത്താവിനോട് കൂടെ ചേർന്ന് വർക്ക് ചെയ്യുന്നത് പോലെയുള്ള ഒരു ഫീലിംഗ് കൊണ്ട് എല്ലാം നടത്തും എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അന്നും ഇന്നും നമ്മൾ സ്വന്തമായിട്ടൊന്നും ലോകമായിട്ടൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ദൈവനാമം മഹത്വപ്പെടണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ദൈവം നമ്മളെ അതുപോലെ ഉയർത്തി. ഇപ്പം എന്നെ കാണുന്നവർ, ഞാൻ പല പ്രാവശ്യം പറയും, എന്നെ കാണുന്നവർ, ഞാൻ അവിടുത്തെ ഹോസ്പിറ്റൽ അത് ഇതെല്ലാം பார்ക്കുമ്പോൾ എന്നെ മുമ്പെല്ലാം ലക്ഷാധിപതി എന്ന് പറയും, ഇന്ന് കോടീശ്വരൻ എന്നാണ്. പക്ഷേ സത്യത്തിൽ ഞങ്ങൾ 2 പേർക്ക് ഒരു സെൻറ്റ് സ്ഥലം പോലും ഇല്ല. ഞങ്ങൾ വാങ്ങാനും ശ്രമിച്ചിട്ടില്ല. ഇല്ല, ആക്ച്വലായിട്ട് ഞങ്ങൾക്ക് ഒരു വീട് ഉണ്ടാക്കി. ഞങ്ങൾ 4 പിള്ളേർക്ക് ഞങ്ങൾ പഞ്ഞു കൊടുക്കും. അതല്ലാതെ ഇപ്പോൾ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന ആ ഇൻകം, പിന്നെ ഞങ്ങളുടെ ബാങ്ക് ബാലൻസ്, ഇതല്ലാതെ മൂവബിൾ ഇൻമൂവബിൾ പ്രോപ്പർട്ടി ഇല്ല. പക്ഷേ ആരും പറയാൻ പറ്റത്തില്ല എനിക്ക് വീടില്ലെന്ന്. കാരണം എനിക്ക് ഒരു വിധത്തിൽ പറഞ്ഞാൽ ലോകമൊക്കെയും വീടുണ്ട്. അതുപോലെയുള്ള ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഗോഡ് ഡീൽസ് വിത്ത് ദാറ്റ്. അപ്പോൾ ആരെങ്കിലും എന്നെ പറയുന്നത് കോടീശ്വരനാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടീശ്വരൻ്റെ മകനാണെന്ന് പറയും. അത്രേ ഉള്ളൂ. ഇപ്പം പുതിയ തലമുറയ്ക്കും മറ്റുള്ളവർക്കും ഡോക്ടറുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ചെറിയൊരു തുടക്കം, പക്ഷേ ദൈവം പടിപടിയായി ഉയർത്തി 2 പ്രസ്ഥാനങ്ങളുടെ നേതൃത്വം. ഇന്ന് മറ്റുള്ളവർ കോടീശ്വരൻ എന്ന് പറയുന്നെങ്കിലും ഒന്നുമില്ല, പക്ഷേങ്കിൽ ദൈവത്തിന് വേണ്ടി എല്ലാം നേടി എന്ന് പറയുവാനായിട്ട് ഇടയാവും അല്ലേ. ഒരു നല്ല മറ്റുള്ളവർക്കൊരു ഇൻസ്പിറേഷനാണ് ഡോക്ടറുടെ ജീവിതം, കുടുംബത്തിൻ്റെ ജീവിതം. ക്രിസ്ത്യൻ ലൈവിൻ്റെ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുവാൻ ഇടയായതിന് ഞങ്ങളുടെ ക്രിസ്ത്യൻ ലൈവിൻ്റെ എല്ലാവിധ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തെ അറിയണം, മനസ്സിലാക്കണം. ദാറ്റ് ഇസ് ഫസ്റ്റ് സ്റ്റെപ്പ്. ദൈവം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ക്വാളിറ്റീസ് നമ്മൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കണം. അവൻ സർവശക്തൻ, സർവ്വവ്യാപി, ഒന്നുമില്ല. രണ്ടാമത്, അവൻ നമ്മളെ എന്നാ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളത് ദൈവഗീതം നമ്മുടെ ജീവിതത്തിൽ ഒന്ന് മനസ്സിലാക്കണം. മൂന്നാമത്, അത് മനസ്സിലാക്കിയപ്പോൾ വി മസ്റ്റ് പുട്ട് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ മറ്റതെല്ലാം ദൈവം ചെയ്യും. അത് 3-4 സ്റ്റെപ്സ് ഓഫ് ഫെയ്ത്ത് എന്നാണ് ഞാൻ പറയുന്നത്. നോ യുവർ ഗോഡ്, നോ വാട്ട് ഗോഡ് വാണ്ട്സ് യു ടു ഡു, പുട്ട് യുവർ സ്റ്റെപ്പ് ഇൻ ഫെയ്ത്ത്. വേറെ ഒന്നും കണ്ടില്ലേക്കണം. ദൈവം ഏതാ ചെയ്യാൻ പറഞ്ഞിരിക്കണം, അതിനുവേണ്ടി പോവാണ്. ഇത് അവസാനം എങ്ങനെയാവണമെന്നുള്ളതിനാണ്. ദെൻ ഗോഡ് വിൽ കംപ്ലീറ്റ് എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. ഞാൻ പലർക്കും പറഞ്ഞു കൊടുക്കുന്നത് 4 സ്റ്റെപ്സ് ഓഫ് ഫെയ്ത്ത്. എല്ലാ സ്റ്റെപ്പിലും നമുക്ക് ദൈവത്തെ അറിഞ്ഞില്ലെങ്കിൽ ചെയ്യുമോ ചെയ്യത്തില്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തെ അറിഞ്ഞില്ലെന്ന് അർത്ഥം. യു മസ്റ്റ് ബിലീവ് ഹി വിൽ ഡു. രണ്ടാമത്, നമ്മളെ കൊണ്ട് ദൈവം എന്നാ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇത്രയും വലിയ നമുക്ക് എന്നാ ചെയ്യാൻ പറ്റുമെന്ന് ചെയ്യും. പുട്ട് യുവർ സ്റ്റെപ്പ് ഫസ്റ്റ്. വാട്ട് യു ക്യാൻ ഡു യു ഷുഡ് ഡു, വാട്ട് യു കനോട്ട് ഡു ഹി വിൽ ഡു. ഞാൻ ചിന്തിക്കുമ്പോൾ കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി എന്തും ചെയ്യണം. അറ്റ് എനി കോസ്റ്റ് I am ready and I am prepared for it to pay the price. കർത്താവിൻ്റെ മഹത്വം മാത്രമാണ് എൻ്റെ ജീവിതത്തിൻ്റെ പർപ്പസ്. അത് ജീവിതത്തിലൂടെ അനുഭവിച്ച് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനിടയായി. നിങ്ങളുടെ പ്രവർത്തനങ്ങളെ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾക്കൊരു ഇൻസ്പിറേഷനായിരുന്നു ഡോക്ടറോട് അല്പസമയമായിരുന്നത്. നിങ്ങളുടെ പ്രവർത്തനം ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. ദൈവമായ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു സർ. താങ്ക് യു സർ. ആധുനിക സാങ്കേതിക വിദ്യകളുടെയും മികച്ച സാങ്കേതിക പ്രവർത്തകരുടെയും പിൻബലത്തിൽ ക്രിസ്ത്യൻ ലൈവ് ഇന്ത്യയിൽ എവിടെ നിന്നും ലൈവ് ടെലികാസ്റ്റിംഗിന് ആരംഭം കുറിച്ചിരിക്കുന്നു. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9846552220.